ബഹുന്ദരായ ഉസ്താദന്മാരെ, എൻ്റെ മറ്റു മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപങ്ങന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിൻ്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നടന്നു വരുന്ന പ്രഭാഷണ മജ്ലിസിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, മനസ്സാ വാച കർമ്മണ ആരൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ഒരു നല്ല മരണം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. അല്ലാഹു പറയുവാനും കേൾക്കുവാനും ആ പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ്. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു സൗണ്ടൊന്നുമില്ല എല്ലാവർക്കും. അതൊക്കെ കഴിഞ്ഞു, അതിൻ്റെ സ്ഥാനാർത്ഥികളും വിജയം എല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ശബ്ദം എപ്പോഴും അള്ളാഹു ഈ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നം കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് പുറത്ത് ഉസ്താമാരൊക്കെ അങ്ങോട്ട് ഇരിക്കും. ഉസ്താമാർ സ്റ്റേജിലിരുന്നു, സിയാദ് മൗലവിയൊക്കെ അന്ന് പുറത്തിരിക്കുന്നു. ഉസ്താദന്മാർ പുറത്തിരുന്നവർ അതൊക്കെ ഇരുന്നല്ലോ. ഉസ്താമാരെന്ത് സിയാമലേ വാന്ന് എഴുന്നേറ്റ്. ഒരു ഉസ്താദ് ഇവിടെ വന്ന് പുറകിലിരുന്നല്ലോ. ഉസ്താദന്മാരൊക്കെ നിങ്ങളൊക്കെ മുകളിൽ ഇരിക്കേണ്ടവരല്ലേ? എഴുന്നേറ്റ് ഉസ്താദ് എന്തേ സിയാമലേ എന്തേ കയറിയിരിക്കണില്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് മുമ്പോട്ട് കയറിയിരിക്കുമോ? നിങ്ങൾ ഉസ്താദല്ല, നിങ്ങളൊന്ന് മുമ്പോട്ട് കയറിയിരിക്കുമോ? എല്ലാവരും ആ ഒഴിഞ്ഞ കസേരയിലുണ്ടെന്ന് കയറിയിരുന്ന വലിയ സന്തോഷം. നിങ്ങളൊക്കെ ഒന്നാമത് തണുപ്പൊക്കെ അല്ലേ, ഒന്ന് കയറിയിരിക്കുക. ആക്ക മസിൽ പിടിച്ച് എല്ലാവരും തിരിഞ്ഞു നോക്കുക. പടച്ചോനെ, എൻ്റെ പുറകിലിരിക്കുന്ന ആൾ കയറിയിരിക്കട്ടെ. അങ്ങനല്ലടോ, നമ്മൾ കയറിയിരിക്കണം. നമ്മളൊരു മുമ്പിലേക്ക് കയറുന്ന ആ ഒരു ചുവട്ടടി വെറുതെയാകില്ല. ചിലപ്പോൾ ആ ഒരു കയറിയിരുന്ന നന്മയ്ക്ക് പകരമായിരിക്കാം അള്ളാഹു നമുക്ക് സ്വർഗം തരുന്നത്. അള്ളാഹു നമുക്ക് സ്വർഗത്തിൻ്റെ അവകാശങ്ങളിൽ നമ്മൾ പെടുത്തുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും കുറച്ചേരം ഇരിക്കല്ലേ? പോരാ, എന്താ കുറച്ചേരം ഇരിക്കല്ലേ? ഒന്നാമത് എനിക്ക് വയ്യ, നിങ്ങളിങ്ങനെ ഇരുന്നാൽ പെട്ടെന്ന് നിർത്തേണ്ടി വരും. ഒന്നാമത് ശാരീരികമായിട്ട് എത്ര നല്ലൊരവസ്ഥയിലല്ല. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരുപാട് മക്കൾ എല്ലാ വർഷവും ഇതുപോലെ വരാറുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങളോടൊപ്പം സംസാരിച്ച് പിരിയാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഒരുപാട് മക്കൾ ഞാനൊക്കെ അൽഹംദുലില്ലാ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഖുർആൻ പഠിക്കുന്ന മക്കളെ കാണുമ്പോൾ ഓരോ വർഷവും ഇവിടെ വന്നിട്ട് ഈ മക്കളുടെ ഭക്ഷണത്തിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ അൽഹംദുലില്ലാ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അള്ളാഹു അതിൻ്റെയൊക്കെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് അള്ളാഹു കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 23 ഈ വർഷം ആഫലിങ്ങളുണ്ടോ? അത് നിന്നപ്പോൾ എന്തോ ഒരു സമാധാനം അറിയാം. ഈ വർഷം ആഫലിങ്ങളൊന്നും ഇല്ലേ? എന്താ പഠിത്തമൊക്കെ പുറകോട്ടാണോ മക്കളെ? നമുക്ക് നമ്മുടെ വയത് കേട്ടിട്ടൊക്കെ പഠിക്കുന്ന മക്കളുണ്ട് ഈ കൂട്ടത്തിൽ. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവരെയും അള്ളാഹു ഹാഫിളീങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്.
പണ്ടൊരു കൊലപാതകം നടന്നു എന്ന് കേട്ടാൽ അത് വലിയ ഒരു വാർത്തയായിരുന്നു, വല്ലാത്ത അത്ഭുതമായിരുന്നു. നമ്മുടെ നാട്ടിലൊരു കൊലപാതകം നടന്നു എന്ന് കേൾക്കുമ്പോൾ. പക്ഷെ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. ഇന്ന് കൊലപാതകം എന്ന് പറയുന്നത് സാധാരണ ഒരു വാർത്തയായി മാറി. പത്രങ്ങൾ പോലും അതിന് വലിയ പരിഗണനയൊന്നും കൊടുക്കാറില്ല. കാരണം അത് അത്ര വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കള് മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മക്കള് മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്നു, മാതാപിതാക്കൾ മക്കളെ തല്ലിക്കൊല്ലുന്നു, കൂടപ്പുറപ്പുകൾ പരസ്പരം തമ്മി തല്ലി ചാകുന്നു, കൂട്ടുകാർ പരസ്പരം, എന്തിന് സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാർ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി മരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനപ്പുറം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഞ്ചാവും മയക്കുമരുന്നും ലഹരി വല്ലാതെ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. പ്രായ വ്യത്യാസമില്ല. കുട്ടികളെന്നോ പ്രായമുള്ളവരോ ആണോ പെണ്ണോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പണ്ടൊക്കെ ആണുങ്ങളാണ് അടിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ പെൺകുട്ടികളും അതിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്നൊരു കാലഘട്ടം. അതിൽ പ്രായ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പവർ കൂടിയത് നോക്കിക്കൊണ്ട് കുട്ടികൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതം കണ്ടാൽ തന്നെ വളരെ സങ്കടം തോന്നുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് യുവതലമുറയുടെ ജീവിതം തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു വിഭാഗമായി ഇന്ന് മുസ്ലിം ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് യുവതലമുറ പറയുന്നവനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നൊരവസ്ഥ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുസ്ലിം ഉമ്മത്ത്, ഈ സമുദായത്തിനെ ആർക്ക് വേണമെങ്കിലും എന്തും പറയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും എന്തും പറയാം, ചോദിക്കാനും പറയാനും ആരുമില്ല. നമ്മളെ എല്ലാ ഭാഗങ്ങളിലും ഒറ്റപ്പെടുത്തുന്നു. മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമായി മാറുന്നു ജനങ്ങൾ. നമ്മുടെ കൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു വിഷയത്തിൽ നമ്മുടെ കൂടെ കൂടാൻ, അവൻ എന്തെങ്കിലും സഹായത്തിന് വേണ്ടി നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവനെ ഒറ്റപ്പെടുത്തുന്നു എല്ലാവരും കൂടെ. അത് കാരണം മുദ്ര കുത്തപ്പെടുന്നു. അത് കാരണം ആരും നമ്മളുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിന് വല്ലാത്ത ഒരവസ്ഥയിലൂടെ, ഒരു നിലയും വിലയുമില്ലാത്തൊരവസ്ഥ, ആർക്ക് വേണമെങ്കിലും എന്തും പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഈ മുസ്ലിം ഉമ്മത്ത് ഇത്രയും വലിയ ഒരു അധപ്പതനത്തിലേക്ക് വീണു പോകാനുള്ള കാരണം എന്താ? നമ്മൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ മുൻഗാമികൾക്ക് നിസ്കരിക്കുവാനും താമസിക്കുവാനും പള്ളി കെട്ടുവാനും എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് ഇവിടുത്തെ ഹൈന്ദവനും ക്രിസ്തുമത വിശ്വാസികളൊക്കെയാ. അവരുടെ പള്ളികൾ പോലും നമുക്ക് മുമ്പിൽ തുറന്നു തന്നു. നിങ്ങൾക്ക് പ്രാർത്ഥന നടത്തുവാൻ വേണ്ടി നമുക്ക് പള്ളി കെട്ടുവാനുള്ള സൗകര്യമുണ്ടാക്കി തന്നു. മുസ്ലിം മുൻഗാമികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എല്ലാവരും പന്ത് തട്ടുന്നത് പോലെ ആർക്കും എന്തും പറയാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ഇത്രയും തരം താഴ്ന്നു പോകാനുള്ള കാരണം എന്താ? ഇന്നത്തെ കുട്ടികളുടെ ജീവിതം കണ്ടാൽ വല്ലാത്ത അത്ഭുതം തോന്നുന്നു. പടശുവനെ, ഇവരെങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല. അഴിച്ചുവിട്ട പട്ടം പോലെ പറന്നു നടക്കുകയാ. ചോദിക്കാനും പറയാനും ആരുമില്ല. അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഇനി ഇവനെ എങ്ങനെ നന്നാക്കുമെന്ന എല്ലാരും ചോദിക്കുന്നേ. അങ്ങനൊരവസ്ഥയിലൂടെ ഇന്നത്തെ യുവതലമുറ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു പറ്റി ഉമ്മത്തിന്? എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, മുസ്ലിമായി ജീവിക്കുന്നില്ല എന്നുള്ളതാ. മുസ്ലിം സമുദായം അവൻ മുസ്ലിമായി ജീവിക്കുന്നില്ല. കേവലം സിറാജ് എന്നോ അല്ലെങ്കിൽ ഹുസൈൻ എന്നോ ഫാത്തിമയെന്നോ ആയിഷയെന്നോ പേര് മാത്രമേ ഉള്ളൂ. ഒരു മുസ്ലിം യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിക്കുന്നില്ല. ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ ഗുണം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമിന്റെ കൂടെ താമസിക്കുവാൻ, മുസ്ലിമിന്റെ കൂടെ ജീവിക്കുവാൻ, മുസ്ലിമിന്റെ കൂടെ കച്ചവടം ചെയ്യുവാൻ, അവന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കാൻ പോലും എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാലം. എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകുന്നില്ല എന്നുള്ളതാണ്. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ഒരു
മുസ്ലിമിന്റെ ജീവിതം എന്താണെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം, അവന്റെ സ്വഭാവ ഗുണം എങ്ങനെയായിരിക്കണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ. ഇപ്പൊ സ്കൂളുകൾ അടച്ചു, ക്രിസ്മസിന്റെ അവധിയാണ്, ന്യൂ ഇയർ കടന്നു വരുന്നു, സ്കൂളുകൾക്ക് അവധിയാണ്. എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ. എങ്ങോട്ടെങ്കിലും പോകണം. വലിയ ചർച്ചകൾ നടക്കുന്നു, എല്ലാം അടച്ചു, എങ്ങോട്ടെങ്കിലും പോകണം. അങ്ങനെ വീട്ടിൽ രാത്രിയിൽ ഇരുന്ന് വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും എല്ലാവരും കൂടെ ചർച്ചയാ. ആ ചർച്ച ചെയ്യുന്ന സമയത്ത് പറയും, നമുക്കെന്നാൽ വയനാട് പോകാം, അല്ലെങ്കിൽ മൂന്നാർ പോകാം, അല്ലെങ്കിൽ ഊട്ടിയിൽ പോകാം, അല്ലെങ്കിൽ കൊടൈക്കനാലിൽ പോകാം. ഓരോരുത്തരും പോകുവാനുള്ള സ്ഥലങ്ങൾ പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നൊരു മറുപടിയുണ്ട്. ഊട്ടിയിൽ നമ്മൾ പോയതാ, മൈസൂരിൽ നമ്മൾ പോയതാ, ബാംഗ്ലൂരിൽ നമ്മൾ പോയതാ. അതുകൊണ്ട് നമ്മൾ പോയ സ്ഥലത്തേക്ക് പിന്നീട് പോകാൻ നമുക്കൊരു മടിയാ. നമ്മൾ പുതുമ ആഗ്രഹിക്കുന്നവരാ. നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം, ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് ആ സ്ഥിതി ചെയ്യുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിലേക്ക് ഒരു മനുഷ്യന് പോകുവാനുള്ള അവസരം കിട്ടിയാൽ, നമ്മളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് കഅബാലയത്തിൽ പോകാൻ അവസരമുണ്ടായാൽ 100 പ്രാവശ്യം പോയ മനുഷ്യനാകട്ടെ, അവന് പറയാറില്ല ഞാൻ അവിടെ പോയതാണ്, ഞാൻ ഒരുപാട് പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കണ്ടവനാണ്, അതുകൊണ്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് ഒരു മുഅ്മിനും പറയാറില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കഅബാലയത്തിലേക്ക് പോകാൻ വല്ലാത്ത ആഗ്രഹമാണ്. എത്ര പ്രാവശ്യം കണ്ട മനുഷ്യനാണെങ്കിലും ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവന് വല്ലാത്ത ഒരു സന്തോഷമാണ്. ആ കറുത്ത കില്ല കൊണ്ട് പണിതിരിക്കുന്ന പൊതിഞ്ഞിരിക്കുന്ന കഅബാലയം നോക്കിക്കൊണ്ടിരിക്കാൻ, ആ കഅബയുടെ കില്ലയെന്ന് പിടിക്കാൻ, ആ മഖാമ ഇബ്രാഹിം ഒന്ന് ചുംബിക്കാൻ, ഹിജ്റ ഇസ്മായിലിനകത്തൊന്ന് കേറുവാൻ, ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ. പടച്ചവനെ, പരിശുദ്ധമായ കഅബാലയം എത്ര പ്രാവശ്യം കണ്ട മനുഷ്യനാണെങ്കിലും അവന് പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹം തോന്നുകയാണ്. അവന് മതി വരുന്നില്ല, അവന്റെ കൊതി തീരുന്നില്ല, അവന്റെ ആഗ്രഹം തീരുന്നില്ല. ആ കഅബയോട് അവന് വല്ലാത്ത സ്നേഹമാണ്. അവസാനം പടച്ചവനെ, കഅബാലയത്തിന്റെ മതാഫിലൂടെ വിടവാങ്ങലിന്റെ തവാഫ് നടത്തുമ്പോ, ഓരോ തവാഫ് നടക്കുമ്പോഴും അവന്റെ ഹൃദയം ഇങ്ങനെ പിടയുകയാണ്. അവസാനം 7ാമത്തെ തവാഫ് പൂർത്തിയാക്കിയിട്ട് ആ കഅബാലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടവൻ നിറകണ്ണുകളോടെ തിരിയുകയാണ്. ആ കഅബയോട് സലാം പറയുന്ന ഒരു രംഗമുണ്ടടോ. അല്ലാഹുവേ, ഏതൊരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ ഹൃദയവും കിടുകിടാ വിറയ്ക്കുന്ന സമയമാ. ആ കഅബാലയത്തിനോട് അവസാനമായി സലാം പറയുന്ന ഒരു രംഗമുണ്ടല്ലോ. പടച്ചവരെ, അതാ തിരിഞ്ഞു നോക്കി അവൻ കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന്, ആ മതാഫിൽ നിന്ന് അവന് തിരിച്ചു നടക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുന്ന സമയം അല്ലാഹുവിനോട് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇത് അവസാന യാത്രയാക്കല്ലേ അല്ലാ, എനിക്കിനിയും വരണം പടച്ചവനെ, എനിക്കിനിയും അവസരം തരണം പടച്ചവന്. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് സലാം പറഞ്ഞ് പിരിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കഅബാലയത്തിന്റെ പ്രത്യേകത എന്താണ്? കണ്ടാ കൊതി തീരുന്നില്ല, അടുത്തു പോയിരിക്കാനും പടച്ചവനെ അതൊന്ന് തൊടാനും അതിലൊന്ന് ചുംബിക്കുവാനും എത്ര നേരം നോക്കിയിരിക്കാനും മനുഷ്യൻ ആഗ്രഹിക്കുകയാ. അത് കഅബാലയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു പ്രത്യേകതയാണ് മുസ്ലിമിനും വേണ്ടത്. പടച്ചവനെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഗുണമായിരുന്നു. നബി തങ്ങളെ കഅബാലയത്തെ പോലെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ നബി തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവന് മതിയായെന്ന് പറയാറില്ല. എത്ര കണ്ടാലും അവന്റെ കൊതി തീരുന്നില്ല. നബി തങ്ങളോട് സംസാരിച്ചവർ മതിയായെന്ന് പറയാറില്ല. പിന്നെയും പിന്നെയും നബി തങ്ങളോട് സംസാരിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ്. നബി തങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാൻ
കഴിക്കാൻ, നിബിതങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ, നിബിതങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പടച്ചവനെ ഏതൊരു മനുഷ്യനും കൊതിക്കുകയാണ്. ഒരാളും മതിയായെന്നില്ല പറയുന്നില്ല, ഒരാളും മതിയായെന്ന് പറയുന്നില്ല. നിബിതങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അതാണ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിച്ചവരാണല്ലോ. അതാ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്ന സൗബാ, എന്തു പറ്റി സൗബാനേ നിനക്ക്? എല്ലാം തോലുമായിരിക്കുന്നല്ലോ, നിന്റെ ശരീരം മുഴുവനും വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നല്ലോ. എന്തു പറ്റി സൗബാന്? നിനക്ക് വല്ല മാരകമായ രോഗവുമുണ്ടോ സൗബാൻ? അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ എനിക്ക് രോഗമൊന്നുമില്ല നബിയേ, എനിക്കൊരു രോഗവുമില്ല നബിയേ. പിന്നെ എന്തു പറ്റി സൗബാന്? ടെൻഷനാണ് നബിയേ, ഉറങ്ങാൻ കഴിയുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയേ, വല്ലാത്ത ഒരു ബേജാറാണ് നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, എന്താണ് നിന്റെ ടെൻഷൻ എന്ന്? ലോകത്തിന്റെ നേതാവ് അവിടെന്ന് ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ടെൻഷൻ എന്താണെന്നറിയുമോ നബിയേ? നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ, അങ്ങയുടെ സംസാരം കേൾക്കുമ്പോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നബിയേ. പക്ഷേ അങ്ങയെ കാണാതെ വന്ന ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, വല്ലാത്ത ടെൻഷനാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഒരു മുഅ്മിനിന്റെ സ്വഭാവം അങ്ങനെയാണ് ആകേണ്ടത്. ഒരു മുസ്ലിമിനോട് ഒരു പ്രാവശ്യം ഒരാൾ സംസാരിച്ചാൽ വീണ്ടും അവനോട് സംസാരിക്കാൻ കൊതിക്കണം സഹോദരാ. നിന്റെ കൂടെ കൂട്ടുകൂടുന്നവൻ നിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കണം. നിന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്ന അയൽവാസി ആഗ്രഹിക്കണം, പടച്ചവനെ ഇതുപോലെ നല്ലൊരു അയൽവാസി എനിക്ക് ലഭിച്ചല്ലോ. അവന്റെ സ്വഭാവ ഗുണങ്ങൾ കണ്ട് അവന്റെ കൂടെ കൂടണം, അവനുമായി സഹകരിക്കണം, അവനുമായി കൂട്ടുകൂടണം. ഇങ്ങനെയാണ് ഒരു സത്യവിശ്വാസി മാറേണ്ടത്. അങ്ങനെയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവ ഗുണം മാറ്റിയെടുക്കേണ്ടത്. പക്ഷേ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ സ്വഭാവം കണ്ടാ ജനങ്ങൾ ഓടുകയാ. മുസ്ലിമിന് പോലും സഹിക്കുന്നില്ലടോ. മുസ്ലിം സമുദായത്തിന് പോലും ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ന് മുസ്ലിം സമുദായം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എടോ വഅദ് കേട്ടിട്ടല്ല ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എങ്ങനെയാണ് ദീൻ വളർന്നതെന്നറിയുമോ? എങ്ങനെയാണ് പരിശുദ്ധമായ ദീൻ ലോകത്ത് വളർന്നതെന്നറിയുമോ? വാളുകൊണ്ടല്ല, പീഡിപ്പിച്ചല്ല, ഭീഷണിപ്പെടുത്തിയല്ല, മോഹവാഗ്ദാനങ്ങൾ കൊടുത്തിട്ടല്ല. എങ്ങനെയാണ് പരിശുദ്ധമായ ദീൻ വളർന്നതെന്നറിയോ? അതിന് ചരിത്രം പഠിക്കണം ചെറുപ്പക്കാരാ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പടച്ചവനെ യമനിലെ രാജാവാണ് സുമാമ. സുമാമ എന്ന് പറയുന്ന ഭരണാധികാരി, അവന് മുസ്ലിമീങ്ങളോട് വല്ലാത്ത വെറുപ്പായിരുന്നു. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത ദേഷ്യമായിരുന്നു. നബിതങ്ങളെ കൊല്ലാൻ നടന്നവനാണ്. 3-4 പ്രാവശ്യം നബിതങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി പരിശ്രമിച്ചവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് രക്ഷപ്പെടുത്തുകയാ. മുത്തുനബിയെ കൊല്ലാൻ പറ്റാതെ വന്നപ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോ സുമാമയ്ക്ക് വല്ലാത്ത ദേഷ്യമാവുകയാണ്. അവൻ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയാണ്, സ്വഹാബത്തിനെ ഉപദ്രവിക്കുകയാണ്, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളയുകയാണ്. പടച്ചവനെ, മുത്തുനബിയുടെ മുമ്പിൽ സ്വഹാബത്ത് വന്ന സുമാമയെ കുറിച്ച് പരാതി പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ സ്വഹാബാക്കൾ വന്നിട്ട് സുമാമയെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ, അവൻ മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോ, അവൻ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്നത് കണ്ടപ്പോ, അവന്റെ ഭാഗത്ത് നിന്നുള്ള ഉപദ്രവം സഹിക്കാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ
എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളഞ്ഞേക്ക് സഹാബ, എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളഞ്ഞേക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് വധിക്കുന്നതിന് വേണ്ടി കൊന്നുകളയാറ് പറഞ്ഞ മനുഷ്യനാണ് സുമാമ. അങ്ങനെ സ്വഹാബത്ത് സുമാമയെ തെരഞ്ഞു നടക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ മദീനത്ത് പാതിരാത്രിയിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. ആ സമയത്ത് ഒരാളെ മദീനയിൽ വെച്ച് കാണുകയാണ്. സ്വഹാബത്ത് അവനെ പിടിക്കുകയാണ്. അവൻ ചോദിക്കുന്നതിന് മുഴുവനും തർക്കുത്തരം പറയുകയാണ്. പടച്ചവനെ അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് സംശയമായി. സ്വഹാബത്ത് വിചാരിച്ചു നബിതങ്ങൾ വന്നിട്ട് തീരുമാനമെടുക്കാം. അല്ലാഹുവിന്റെ റസൂൽ വരട്ടെ, ഇവൻ ആരാണെന്നറിയില്ലല്ലോ, അതുകൊണ്ട് ഇവന്റെ വിഷയത്തിൽ നബിതങ്ങൾ വന്നിട്ട് തീരുമാനമെടുക്കാം. അങ്ങനെ ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിടുകയാണ്. ലോകത്തിന്റെ നേതാവ് വന്നിട്ട് തീരുമാനമെടുക്കാം. പടച്ച റബ്ബേ, സ്വഹാബത്ത് കൊണ്ടുവന്ന പള്ളിയുടെ തൂണിൽ കെട്ടിയിടുകയാ. അതാ സുബഹിക്ക് ബിലാൽ തങ്ങളെ ബാങ്ക് വിളിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും പള്ളിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ പാതിരാത്രി അസമയത്തൊരു മനുഷ്യനെ കിട്ടി നബിയേ, അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് തോന്നുന്നു നബിയേ, ഞങ്ങൾ കൊണ്ടുവന്ന പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിട്ടുണ്ട് നബിയേ, അങ്ങ് വന്നിട്ട് തീരുമാനമെടുക്കാം, അങ്ങ് വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് നോക്കാൻ ചെല്ലുകയാണ്. നബിതങ്ങളാ മുഖം കണ്ടപ്പോ, പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തൊരു ചിരി വരികയാണ്. നബിതങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ആരാണെന്നറിയുമോ സ്വഹാബാ, ആരാണെന്നറിയുമോ സ്വഹാബാ? ഈ പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയോ? സ്വഹാബത്ത് പറയുന്നു, അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബത്തേ, ഇവനാണ് സുമാമ. നിബിതങ്ങളെ കൊല്ലാൻ നോക്കിയ ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞ ഇസ്ലാമിന്റെ ശത്രുവായ സുമാമയതാ പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുകയാണ്. ഇവനെയാണ് നിബിതങ്ങളെ കൊന്നുകളയാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് സുമാമയാണെന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ കൈകൾ ഇങ്ങനെ തരിക്കുകയാണ്. അല്ലാഹുവേ, എന്നോടെങ്ങാനും നബിതങ്ങളൊന്ന് പറഞ്ഞിരുന്നെങ്കിലോ, ഇവനെ കൊന്നുകളയാൻ മുത്തുനബി എങ്ങാനും എന്നോട് പറഞ്ഞിരുന്നെങ്കിലോ. ഓരോ സ്വഹാബത്തും അവിടെ നിന്ന് കൊതിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, സുമാമയെ തൊട്ടുപോകല്ലേ സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സുമാമയെ തൊടാൻ പാടില്ല. സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ഒരാൾ പോലും സുമാമയുടെ ശരീരത്തെ തൊടാൻ പാടില്ല. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ, പട്ടിണിക്കിടല്ലേ സഹാബാ, കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണേ സഹാബാ. നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം വെച്ചിട്ട് സുമാമയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കണേ സഹാബാ. മൂന്നാമതായിട്ട് നിബിതങ്ങൾ പറയുന്നു, നിങ്ങൾ ആടിന്റെ പാല് കറന്നു കൊണ്ടുവന്ന് കൊടുക്കടേ. മുത്തുനബി പറയുമ്പോ സഹാബത്തിന് ദഹിച്ചില്ലടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കാരണം സഹാബത്ത് അനുസരിക്കുകയാണ്. മുത്തുനബി മിണ്ടാതെ പോവുകയാണ്. പടച്ചവരെ, ഒരു ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് ചോദിക്കുന്നു, സുമാമാ, മാ ഇൻദക യാ സുമാമാ, സുഖമാണോ സുമാമ, സുഖമാണോ സുമാമ? സുമാമയുടെ മറുപടി എന്തെന്നറിയുമോ? മുഹമ്മദേ, എനിക്ക് സുഖമാണ്, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. ഇത് നിന്റെ നാടാണ്, ഇവിടെ മുഴുവനും നിന്റെ ആൾക്കാരാണ്. എന്നെ കൊന്നതിന്റെ പേരിൽ ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഈ നാട്ടിലില്ല. പക്ഷേ മുഹമ്മദേ,
എന്നെ വെറുതെ വിട്ടാൽ ആവശ്യമുള്ള പണം നിനക്ക് തരാമെന്ന് സുമാമ പറയുമ്പോ അള്ളാന്റെ റസൂല് മിണ്ടാതെ മടങ്ങി പോവുകയാണ്. രണ്ടാമത്തെ ദിവസം നിബിതങ്ങൾ കടന്നു വന്നു. സുമാമയോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. സുമാമ അതേ മറുപടി തന്നെ പറഞ്ഞു. മൂന്നാമത്തെ ദിവസമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത്തെ ദിവസം വന്നിട്ട് ചോദിക്കുന്നു, മാതാ ഇൻദകയാ സുബാബ, സുഖമാണോ സുമാമ? മുഹമ്മദേ, എനിക്ക് സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാം, അല്ലെങ്കിൽ വെറുതെ വിടാം. വെറുതെ വിട്ടാ നിനക്ക് ഞാൻ പണം തരാം. മൂന്നാമത്തെ ദിവസം നബിതങ്ങൾ മിണ്ടാതെ പോയി. 3 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ അഴിച്ചു വിട്ടേക്ക് സ്വഹാബാ, അഴിച്ചു വിട്ടേക്ക് സ്വഹാബാ. ഒരാള് പോലും തൊടല്ലേ, ഒരാള് പോലും ഉപദ്രവിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അഴിച്ചുവിടാൻ. സുമാമ ചിരിക്കുന്ന മുഖത്തോടെ ഇറങ്ങി പോവുകയാ. സ്വഹാബത്തിന്റെ മുമ്പിലൂടെ നീയൊന്നും എന്നെ ഒന്നും ചെയ്തില്ലടാ എന്ന് പറയുന്നത് പോലെ സുമാമ മുമ്പിലൂടെ ഇറങ്ങി പോവുകയാണ്. സ്വഹാബത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ എവിടെ ഇറങ്ങി പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. സുമാമ പടച്ചവനെ അവിടെ നിന്ന് പുതുവസ്ത്രം ധരിക്കുകയാണ്. കൈകാലുകൾ കഴുകി ശുദ്ധമാവുകയാണ്. എന്നിട്ട് വരുന്നു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സുമാമ മടങ്ങി വരികയാണ്. മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാവുകയാണ്. സുമാമ പറഞ്ഞതെന്തെന്നറിയുമോ? എന്തൊരു സ്നേഹമാണ് നബിയേ, എന്തൊരനുസരണയാണ് നബിയേ, എന്തൊരൈക്യമാണ് നബിയേ, എന്തൊരു പെരുമാറ്റമാണ് നബിയേ. അങ്ങയും അങ്ങയുടെ അനുയായികളും ഇവരുടെ ഈ സ്വഭാവ ഗുണം കണ്ടിട്ട് ഞാൻ മുസ്ലിമായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാണ് നബിയേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാവുകയാണ്. സുമാമ പറഞ്ഞതെന്തെന്നറിയുമോ? ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. വെറുപ്പായിരുന്നു നബിയേ, വെറുപ്പായിരുന്നു നബിയേ. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മദീനയാ. അങ്ങുള്ള നാടിനോട് വെറുപ്പായിരുന്നു, അങ്ങുള്ള നാടിനോട് അറപ്പായിരുന്നു. പക്ഷേ എനിക്കിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങ് താമസിക്കുന്ന ഈ നാടാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, സുമാമ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വഅദ കേട്ടിട്ടല്ല, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ടല്ല. സുമാമ നന്നായത് മുസ്ലിമീങ്ങളായ നബിതങ്ങളുടെയും സ്വഹാബത്തിന്റെയും സ്വഭാവം കണ്ടപ്പോഴാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ലോകത്ത് ദീൻ വളർന്നത്, ഇങ്ങനെയാണ് ലോകത്ത് ദീൻ വളർന്നത്. പക്ഷേ ഇന്നത്തെ മുസ്ലിമിനെ കാണുമ്പോൾ ജനങ്ങൾ ഓടുകയാ. ഇന്ന് പേടിയാണോ? അവന്റെ കൂടെ കൂടല്ലേ എന്ന് മാതാപിതാക്കളും മക്കളോട് പറയുന്ന കാലമാ. അതാ പടച്ചവനെ, എന്നാൽ കാലികളെക്കാലം അതപ്പതിച്ചതുപോലെ ഇന്നത്തെ മനുഷ്യന്മാരുടെ ജീവിതം അങ്ങനെയാണ്. തോന്നിവാസവും ധിക്കാരവും നന്ദികേടും കാണിക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുള്ള ധാരണയിൽ ജീവിതം ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ. ഇന്നത്തെ ചെറുപ്പക്കാര് പറയുന്ന ഉസ്താദേ, ജീവിതം ആസ്വദിക്കാനുള്ളതാ. നിങ്ങൾ പറയുന്നത് പോലെ ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യുവതലമുറ ആസ്വദിക്കുകയാണ്. ചിരിയും കളിയും തമാശയും ആസ്വാദനവും. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഒരുപാട് ചിരിയും കളിയും ആസ്വാദനവുമായി കഴിയുന്നവരോട് സമയം കിട്ടുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ മോനെ, കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ ചെറുപ്പക്കാരാ. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? കുല്ലും മ്രിഇൻ സബ്ബഹു ഫീ അഹ്ലിഹി
വൽ മൗതു വദിനാ മിൻ ശിറാകി നഅരിഹി. മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതം കണ്ടപ്പോ അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ കടന്നു വന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് മുസ്ലിമിനെ കാണുമ്പോ ജനങ്ങൾ ഓടാ, അയൽവാസി ഇവനാണോ പടച്ചവനെ ഓടിക്കളയ. കാരണം നമ്മുടെ ജീവിതം അങ്ങനെയായി പോയി. എടാ, ഇന്നത്തെ ചെറുപ്പക്കാർ മക്കളെ ഇടയ്ക്കിടയ്ക്ക് കാലി കിടക്കണ ചെരുപ്പിലൊന്ന് നോക്ക്. നീ ആസ്വദിക്കുകയും അടിച്ചു പൊളിക്കുകയും സുഖിക്കുകയും ജീവിതം സുഖിക്കാനുള്ളതാന്നാ പറയുന്നത്. സുഖിക്കുന്നതിന്റെ ഇടയിൽ ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കിക്കോ. എന്തിനെന്നറിയോ? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് അടുത്ത് കിടക്കുന്നത് പോലെ മലക്ക് അസ്റായീല് നിന്റെ കൂടെ നടക്കുന്നുണ്ട്. ഇടിത്തീ വീഴുന്നത് പോലെ ആ മരണം നിന്നെ തേടി വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഇനി ഇവന്മാരെ എങ്ങനെ ഉസ്താദെ നന്നാക്കുന്നത്? എടാ, ഇതിനി എന്ത് പറഞ്ഞിട്ടാ? കാരണം അങ്ങനത്തെ ഒരു ജീവിതമാണ്. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ ഒരു ജീവിതം എന്തു പറഞ്ഞാലാ ഇനി നന്നാക്കാം? ഈ വയല് പറഞ്ഞിട്ടാണോ? എന്തെല്ലാം പരിപാടികൾ നടത്തി നോക്കി, എന്തൊക്കെ ചെയ്തിട്ടും ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെ പറന്നു നടക്കുകയാ. അതാണും പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും ആ ഒരു വിഷയത്തിൽ ജീവിതം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഒരു ആമീൻ പറ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ടോ? എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു? എന്തെല്ലാം ഇവന് ചോദിക്കാനും പറയാനും. ഇന്ന് ഞാൻ നോക്കുമ്പോൾ മൊബൈലിൽ ഒരാൾ ഇരുന്നിട്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ രൂപം വെച്ചിട്ട് ദുആ ചെയ്യുക, പടച്ചവനെ കളിയാക്കുന്നു. വെറുതെ കയറിയിട്ട് മൈക്കിന്റെ മുമ്പിൽ കയറി അസ്സലാമു അലൈക്കും എന്നാ പറയുന്നത്. ആലോചിക്കുക. മതസൗഹാർദ്ദമൊക്കെ വേണം ചങ്ങാതി, എല്ലാം വേണം. അൽഹംദുലില്ലാ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു സൗഹാർദ്ദത്തിന്റെ നാടുകളാണ്. പക്ഷെ ഓരോ മതത്തിന്റെയും ആചാരങ്ങൾ വേറെയാ, അനുഷ്ഠാനങ്ങൾ വേറെയാ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ പറയുമ്പോ പരിഹസിക്കും, മറ്റെന്ത് വേണമെങ്കിലും പറയാം, അതൊക്കെ വേറെ വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ നന്നാക്കിയെടുക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നാക്കാൻ വഅദിന്റെ ആവശ്യമൊന്നുമില്ല. വഅദൊന്നും കേൾക്കേണ്ട ആരും നന്നാകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നന്നാകാനുള്ള ഏക വഴി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സ് മാത്രം കാണിച്ചാൽ മതി, നമ്മളൊക്കെ നന്നാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഖുർആൻ പഠിക്കുന്ന മക്കളുള്ള ഈ മജ്ലിസിൽ ഇരിക്കുന്ന നിങ്ങളോട്, ഖുർആനിന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊന്നും പറയാനില്ല, ഖുർആനിന് എന്തൊക്കെയോ പറയാനുണ്ട്. അള്ളാഹുടെ കലാമല്ലേ, അള്ളാന്റെ കലാമല്ലേ. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. അള്ളാഹുവിന്റെ മാസമാണ് റജബ്, അള്ളാന്റെ മാസമാണ് റജബ്. ആ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മോനെ ഇത്തിരി വീടാ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന് നിങ്ങളോട് 5 കാര്യം പറയാനുണ്ട്. എത്ര കാര്യം പറയാനുണ്ട്? എത്ര കാര്യം പറയാനുണ്ട്? 5 കാര്യം നിങ്ങളോട് ഖുർആൻ പറയാനുണ്ട്. 5ഉം കേൾക്കണ്ട, ഒരെണ്ണം കേട്ടാൽ മതി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് 5 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആ 5 കാര്യവും കേൾക്കണ്ട, ഒരേ ഒരു കാര്യം കേട്ടാൽ മതി. അതെന്താണെന്ന് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് നിന്റെ ഇഷ്ടം, അനുസരിക്കുന്നതും അനുസരിക്കാത്തതും നമ്മുടെ ഇഷ്ടമാണല്ലോ. കേൾക്കാനുള്ള മനസ്സ് കാണിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കേട്ടൂടെ? ഒരു ഇൻഷാ അല്ലാഹ് പറ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ബക്കറ്റ് വരുന്നുണ്ടോ? അപ്പൊ അതാ അവസാനം എടുത്താ പോരെ. ഇൻഷാ അല്ലാഹ്. അതിനിടയ്ക്ക് നീ ഇപ്പൊ എടുക്കണ്ടപ്പാ. മോനെ ഒരു ചെറിയ മൂളലുണ്ട്. പിരിവൊന്നും ഇല്ലല്ലോ. എന്താ പിരിക്കാനാപ്പാ? ഒന്നാമത്തെ ദിവസവും തന്നെ പിരിക്കാൻ തുടങ്ങിയ പിന്നെ അതിലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളൊക്കെ നല്ല നല്ല ഉസ്താദന്മാർ അൽഹംദുലില്ലാഹ്. പിരിവുകളൊക്കെ അവസാനത്തേക്ക്. നമുക്ക് എല്ലാ വർഷവും വന്ന് ഞാൻ പിഴിയലാടും. അപ്പൊ ഈ വർഷം നമുക്ക് വഅദ് പറയാം ഇൻഷാ അല്ലാഹ്. ഇരിക്കല്ലേ? ഒരു സ്നേഹമില്ലാത്ത മനുഷ്യന്മാരെ പോലെ ഇരിക്കുന്നു. പാലുകാച്ചി വീട്ടിൽ പോയിട്ട് വന്നുകൊണ്ടായിരിക്കില്ലേ? ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോ ഇരിക്കുക ഇല്ല, പാലുകാച്ചി വീട്ടിൽ നിന്ന് വന്നേ ഉസ്താദെ. എല്ലാരും അതാ പറയുന്നത്. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഖുർആനിൽ നമ്മളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് നമ്മളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, എന്റെ പൊന്നാര ചങ്ങാതി, ചിലര് പറയാറുണ്ട് ഉസ്താദെ ഞാൻ ആഴ്ചയിൽ ഒരു ഖത്ത് ഓതി തീർക്കും.
ഉസ്താദെ ഞാൻ ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കും, മാസത്തിൽ ഒരു ഖത്തം തീർക്കും. അങ്ങനെ തീർക്കാൻ ആര് പറഞ്ഞു? എടോ, മാസത്തിലും ആഴ്ചയിലും ഖത്തം തീർക്കുന്നതിലല്ല കാര്യം. ആ ഖുർആന് പാരായണം ചെയ്യുന്ന മനുഷ്യന് ഏറ്റവും കുറഞ്ഞത് ഓർമ്മയുണ്ടാകണം, ഞാൻ ഓതുന്നത് ഖുർആനാണെന്ന്. എന്റെ കയ്യിലിരിക്കുന്നത് അല്ലാഹുവിന്റെ കലാമ, ഞാൻ ഓതുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനാണ് എന്റെ കയ്യിലിരിക്കുന്നുള്ള ബോധമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം സഹോദരാ. അതിന്റെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും പടച്ചവനെ അല്ലാഹുവിന്റെ കലാമാണല്ലോ. എന്തിനാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്? എന്നെയും നിങ്ങളെയും നന്നാക്കാനല്ലേ, നമുക്ക് നന്നാകാനല്ലേ അല്ലാഹു വിശുദ്ധമായ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നത്. ഈ ഖുർആനിനെ കുറിച്ച് അല്ലാഹു നാളെ നമ്മളോട് വിചാരണ ചെയ്യുമല്ലോ. ഈ ഖുർആനിന് ഒരാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ടല്ലോ. ഒരാൾക്ക് നരകം വാങ്ങിക്കൊടുക്കാറ്, ഒരാൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാറ്, ഒരാൾക്ക് നരകം വാങ്ങിക്കൊടുക്കാറ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമായ ഖുർആനിന് പവറുള്ള ഒരു ദിവസം വരുമടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് നിങ്ങൾ ബഹുമാനിക്കണേ, ആദരിക്കണേ, സ്നേഹിക്കണേ. അത് അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ബോധമെങ്കിലും ഉണ്ടാകണം ചെറുപ്പക്കാരാ. പക്ഷേ നമുക്ക് ആ ബോധമില്ലടോ. ആ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് എന്തേ നമുക്ക് മാറ്റം വരാത്തത്? ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ്, ഒരു കാലത്തും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ആൾക്കാര് നന്നായത് ഖുർആൻ കേട്ടട്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് എന്തേ നിനക്ക് നന്നാകാൻ പറ്റാത്തത്? ഖുർആനിന്റെ 114 സൂറത്തുകൾ 6600 പരം വരുന്ന ആയത്തുകൾ നീ പാരായണം ചെയ്തിട്ട് നിന്റെ ഹൃദയത്തിൽ ഒരു ചലനം വരുന്നില്ലല്ലോ, നിന്റെ കണ്ണൊന്നും നിറയുന്നില്ലല്ലോ, നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുന്നില്ലല്ലോ, നിനക്കൊരു ഭയം തോന്നുന്നില്ലല്ലോ. എന്തു പറ്റി മനുഷ്യ നിനക്ക്? ഇത് അല്ലാഹുവിന്റെ കലാമല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാലത്തും നന്നാകില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ എഴുതി തള്ളിയവർ, അവര് വഅദ് കേട്ടിട്ട് ദീനിലേക്ക് കടന്നു വന്നവരല്ല. അവർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടപ്പോ, ഇന്നും നമ്മൾ മദീനത്ത് പോകുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ മുത്തുനബിയുടെ ചാരത്ത് കിടക്കുന്ന 2 സ്വഹാബികളാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമാ. പടച്ചവനെ, ആരാണ് ഉമർ എന്നറിയുമോ? ആരാണ് ഉമർ എന്നറിയുമോ? പഠിക്കടാ ചെറുപ്പക്കാരാ, ഖത്താബിന്റെ മകൻ ഉമർ ആരാണെന്നറിയുമോ? പടച്ചവനെ, കരയുന്ന കുഞ്ഞുങ്ങളോട് ഉമ്മമാര് പറയുമായിരുന്നു, ഭക്ഷണം കടിക്കാത്ത മക്കളോട് ഉമ്മമാര് പറയുമായിരുന്നു, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ കരയുന്ന കുഞ്ഞു പോലും പേടിച്ച് കരച്ചിൽ നിർത്തുമായിരുന്നു. അല്ലാഹുവേ, ഉമറിന്റെ സ്വഭാവം അറിയണമെങ്കിൽ ഒരേ ഒരു ചരിത്രം പഠിച്ചാ മതിയടോ. ഒരിക്കൽ ഉമർ തങ്ങളുടെ അയൽവാസിയോട് ഒരു മനുഷ്യൻ ചെന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. നിന്റെ അയൽവാസിയായ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് അയൽവാസിയോടൊരു മനുഷ്യൻ ചെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ മറുപടി എന്തെന്നറിയുമോ? ആ മനുഷ്യനെ ചിരിക്കുകയാ, ആ മനുഷ്യനെ ചിരിക്കുകയാ. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകാനോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, ഈ കഴുത മുസ്ലിമായെന്ന് പറ, വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ ഒരു കാലത്തും മുസ്ലിമാകില്ല. കഴുത മുസ്ലിമായാലും ഉമർ മുസ്ലിമാകില്ല. കാരണം ഉമറിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ആ ഉമറാണ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ശപഥം ചെയ്യുകയാ, മുഹമ്മദിന്റെ തലയുമായിട്ടല്ലാതെ ഇനി മടങ്ങി വരൂല, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഉരിപ്പിടിച്ച വാളുമായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങൾ പോവുകയാണ്. വാള് പിടിച്ചുകൊണ്ട് പായുന്ന ഉമറിനെ കണ്ടപ്പോ ഒരു മനുഷ്യൻ ചോദിച്ചു, ഉമറേ എവിടെ പോവുകയാണ്? മുഹമ്മദിനെ നന്നാക്കാൻ പോവുകയാണ്, മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഉമറേ, വീട് നന്നാക്കിയിട്ട് പോരെ മുഹമ്മദിനെ നന്നാക്കുന്നത്?
വീട് നന്നാക്കിയിട്ടല്ലേ മുഹമ്മദിനെ നന്നാക്കേണ്ടത്. മുഹമ്മദിനെ നന്നാക്കുന്നതിന് മുമ്പ് നിന്റെ കൂടപ്പിറപ്പിനെ നന്നാക്കടാ. നിന്റെ സഹോദരി ഫാത്തിമ മുഹമ്മദിന്റെ കൂടെ കൂടിയിരിക്കുകയാ. അല്ലാഹുവേ, തന്റെ സഹോദരി മുസ്ലിമായെന്നറിയുമ്പോ ഉമറിന് നാണക്കേടായി, ഉമറിന് വല്ലാത്ത കോപമായി. ഉമർ നേരെ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ട സഹോദരിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതാ ഫാത്തിമ ഖുർആൻ ഓതുകയാണ്. തന്റെ ഭർത്താവിനോട് രണ്ടുപേരും ഇരുന്ന് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ. ഖുർആൻ കേട്ടുകൊണ്ടാണ് ഉമർ തങ്ങൾ വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത്. മുസ്ലിമായെന്നറിയുമ്പോ ഉമർ ഫാത്തിമയെ തല്ലുകയാണ്. തന്റെ കയ്യിൽ തന്റെ കോപം കൊണ്ട് തല്ലി ചതയ്ക്കുകയാണ്. ഫാത്തിമയുടെ മൂക്കിലൂടെ വായിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. ഫാത്തിമ അടികൊണ്ടിട്ട് പടച്ചവനെ രക്തത്തിൽ കുളിച്ചിരിക്കുകയാ. ഉമർ നോക്കുമ്പോ തന്റെ കൂടപ്പിറപ്പ് മുമ്പിലിരുന്ന് കരയുകയാണ്. വായിലൂടെയും മൂക്കിലൂടെയും രക്തം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ ഉമറിന്റെ മനസ്സ് മാറിയടോ, ഉമറിന്റെ മനസ്സ് മാറിയടോ. എത്രയാണെങ്കിലും കൂടപ്പിറപ്പാണല്ലോ. ഉമറിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ ചാഞ്ചാട്ടം വരികയാണ്. അവിടെ നിന്ന് ചോദിച്ചു, ഫാത്തിമ, ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ നീ എന്തോ പാടുന്നത് കേട്ടല്ലോ ഫാത്തിമ, എന്തോ കവിത പറയുന്നത് കേട്ടല്ലോ ഫാത്തിമ. അതാ ഫാത്തിമ പറയുന്നു, ഞാൻ കവിതയല്ല പാടിയത്, ഞാൻ അല്ലാഹുവിന്റെ കലാമാ പാരായണം ചെയ്തത്, ഞാൻ അല്ലാഹുവിന്റെ ഖുർആനാണ് പാരായണം ചെയ്തത്. ഉമർ പറയുന്നു, എനിക്കൊന്ന് തരാറ്, ശുദ്ധിയായിട്ട് വാ ഉമർ, പോയി ശുദ്ധിയായിട്ട് വാ ഉമർ. ഖത്താബിന്റെ മകൻ ഒരു കുഞ്ഞിനെ പോലെ പോയി കൈകാലുകൾ കഴുകി ശുദ്ധമായിട്ട് കടന്നു വരികയാ. അതാ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, ത്വാഹ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയിലെ 5-6 ആയത്തുകൾ ഓതിയടാ ചെറുപ്പക്കാരാ. 5-6 ആയത്തുകൾ ഉമറിന്റെ മുമ്പിൽ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ ഖത്താബിന്റെ മകൻ ഉമർ, കാട്ടാളനായ ഉമർ, പടച്ചവനെ ആര് നന്നായാലും ഒരിക്കലും ഉമർ നന്നാകില്ലെന്ന് നാട്ടുകാർ മുഴുവനും പറഞ്ഞിരുന്ന ഉമറിന്റെ ഹൃദയത്തിൽ ഇടിത്തീ വീണതുപോലെ അല്ലാഹുവിന്റെ കലാമങ്ങ് കേട്ടപ്പോ ഉമറിന്റെ ഹൃദയമൊന്ന് പിടയുകയാ. ഇതെന്താ റബ്ബേ, ഇതെന്താ റബ്ബേ. അറബി അറിയുന്ന ഉമറിന് ഖുർആൻ കേട്ടപ്പോ മനസ്സിലായടോ. ഊരിപ്പിടിച്ച വാളുമായി മുത്തുനബിയുടെ മുമ്പിലേക്ക് ഉമർ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഉമർ തങ്ങൾ പോവുകനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ തടയുകയാണ്, ഉമറിനെ തടയുകയാണ്. എന്നിട്ട് ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാണോ, മുസ്ലിമാകാൻ വന്നതാണോ, നിനക്ക് മുത്തുനബിയുടെ മുമ്പിൽ കയറിയിട്ട് ജീവനോടെ ഇറങ്ങി പോകാ, അല്ല അല്ലാഹുവിന്റെ പ്രവാചകനെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ, നബിതങ്ങളെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ജീവനോടെ പോകില്ലടാ ഉമർ. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെങ്ങനെ സംസാരിക്കുന്നത്. ഉമറിനെ തടയാൻ ഒരാൾക്ക് പോലും ചങ്കൂറ്റമില്ല. ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമറിനോട് പറഞ്ഞു, ജീവനോടെ പോകില്ലടാ ഉമർ. ഉമർ ഭയന്നു പോയടോ. ഈമാനുള്ള ഹംസ തങ്ങളുടെ മറുപടി കേട്ടപ്പോ ഉമറിന് പേടിയായടോ. ഉമർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നബി തങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തു. ഉമർ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാവുകയാ. ആ ഉമറിനെ നന്നാക്കിയത് ഖുർആനിലെ ഒരായത്താവാപ്പാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ചില ആയത്തുകളാ ഉമറിനെ മുസ്ലിമാക്കിയത്. ഉമറിന്റെ ഹൃദയത്തിൽ മാറ്റം വരുത്തിയത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ. പ്രായം ചെന്ന വാപ്പാ,
എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നീ ഒരുപാട് പ്രാവശ്യം ഖുർആൻ ഓതിയല്ലോ ഉസ്താദേ. ഞാൻ ആഴ്ചയിൽ ഖത്തം തീർക്കുന്നവളാ ഉസ്താദ്. എന്തേ പെങ്ങള്? ഉമറിന്റെ ഹൃദയത്തിൽ ഖുർആനിലെ ചില ആയത്തുകൾ കേട്ടപ്പോ ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വന്നില്ലേ ഉമ്മ? നീ ഖുർആൻ മുഴുവനും ഓതിയിട്ടും നിനക്ക് മാറ്റം വരുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്രയോ കേട്ടടാ ഖുർആൻ, എന്തേ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? എത്രയോ പ്രാവശ്യം ഖുർആൻ ഓതുന്ന മോന്, യാസീൻ ഓതുന്ന മോന്, എത്രയോ ചെറിയ ചെറിയ സൂറത്തുകൾ പാരായണം ചെയ്യുന്ന മോന്, എന്തേ നിനക്ക് നന്നാകാൻ പറ്റാത്തത്? ഖുർആൻ കേട്ടിട്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഫുലൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ആരാണ് ഫുലൈൽ എന്നറിയുമോ ചെറുപ്പക്കാരാ? കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുലൈല്. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുലൈല്. ഫുലൈലിന്റെ സ്വഭാവം എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടാതെ സമാധാനം വരൂല. കൊതിക്കുന്ന പെണ്ണിനെ ഏതാ തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരുന്ന ചെറുപ്പക്കാരനാണ് ഫുലൈല്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടുകാര് പറഞ്ഞു, ഫുലൈല്, നീ ഏത് പെണ്ണിനെയും വീഴ്ത്തുന്നവനാണല്ലോ. ഞങ്ങളെല്ലാവരും ഇന്ന പെണ്ണിന്റെ പുറകിൽ നടന്നിട്ട് പരാജയപ്പെട്ടവരാ. നീ ഏത് പെണ്ണിനെയും വളയ്ക്കുമല്ലോ. എങ്കിലും നീ കഴിവുള്ളവനാണെങ്കിൽ ആ പെണ്ണിനെയൊന്ന് വളച്ച് കാണിക്കടോ. ഞങ്ങൾ സമ്മതിക്കാം നീ ആണാണെന്ന്, നീ തല്ലേടിയാണെന്ന്. എല്ലാവരും കൂടെ പറയുമ്പോ ഫുലൈൽ ഇതിന് തയ്യാറാവുകയാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ പുറകിൽ നടക്കാൻ തുടങ്ങി ഫുലൈല്. ഫുലൈൽ എന്തെല്ലാം ചെയ്തിട്ടും അവള് പരിഗണിക്കുന്നില്ല. ഫുലൈൽ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ആ പെണ്ണ് തിരിഞ്ഞു പോലും നോക്കുന്നില്ലടോ. ഫുലൈലിന് നാണക്കേടായി, ഫുലൈലിന് നാണക്കേടായി. അല്ലാഹുവേ, കൂട്ടുകാരുടെ മുമ്പിൽ ഇനി എങ്ങനെയാണ് തല ഉയർത്തി നടക്കുന്നത്? എങ്ങനെയും അവളെ കീഴ്പ്പെടുത്തണമല്ലോ. ആരാരുമില്ലാത്ത സമയത്ത് ആ പെണ്ണ് ഒറ്റയ്ക്ക് വീടിന്റെ അകത്തിരിക്കുമ്പോ ഫുലൈൽ വീടിന്റെ അകത്ത് അതിക്രമിച്ച് കയറുകയാണ്. മതിൽ ചാടി വീടിന്റെ അകത്ത് കയറി. അല്ലാഹുവേ, ആ പെണ്ണിനോട് തന്റെ ആഗ്രഹം പറയുകയാണ്. അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാട്. അവളെ സമ്മതിക്കാൻ തയ്യാറായില്ല. ഫുലൈലിന് വാശിയായടോ, എങ്ങനെയും കീഴ്പ്പെടുത്തണമടോ. അങ്ങനെ ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണ്. ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കയറി പിടിക്കുകയാണ്. അവസാനം ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ തയ്യാറെടുക്കുമ്പോ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പെണ്ണ് നിലവിളിക്കുന്നുണ്ട്, കൈകാലുകളിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യവാനായ ഫുലൈൽ ആ പെണ്ണിനെ എവിടെ നിന്ന് കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെ വ്യഭിചരിക്കാൻ തയ്യാറാകുമ്പോ കൈയിട്ടടിച്ച പെണ്ണ്, നിലവിളിച്ച പെണ്ണ് പെട്ടെന്ന് മിണ്ടാതാവുകയാ. ഒന്നും മിണ്ടുന്നില്ലടോ, ഒന്നും മിണ്ടുന്നില്ലടോ. ഫുലൈലിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഫുലൈൽ ചിന്തിച്ചു, പടച്ചവനെ, ഇവള് എനിക്ക് വഴങ്ങിയതാണോ? എന്തേ പെട്ടെന്ന് കരച്ചിൽ നിർത്തിയത്? എന്തേ നിലവിളി നിർത്തിയത്? നീ സമ്മതിച്ചതാണോ? നീ സമ്മതിച്ചതാണോ? ആ പെണ്ണ് വളരെ സങ്കടത്തോടെ ഫുലൈലിന്റെ മുഖത്ത് നോക്കിയിട്ട് കരയുകയാ. ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടപ്പോ, ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടപ്പോ ഫുലൈൽ ചോദിക്കുന്നു, എന്തേ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തേ പെണ്ണേ നീ കരയുന്നത്? ഫുലൈലിനോട് ആ പെണ്ണ് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടോ ഫുലൈല്? പരിസരത്തുള്ള ഒരു വീടിന്റെ അകത്തിരുന്ന് ഒരു മാതാവ് ഖുർആൻ ഓതുകയാ. പരിസരത്തുള്ള ഒരു വീടിന്റെ അകത്തിരുന്നിട്ട് ഒരു പ്രായം ചെന്ന മാതാവ് ഖുർആൻ ഓതുകയാണ്. ആ ഓതിയ ഒരായത്ത് കേട്ടപ്പോ, ആ ഓതിയ ഒരായത്ത് കേട്ടപ്പോ ആ പെണ്ണ് ഫുലൈലിനോട് ചോദിക്കുന്നു, കേൾക്കടാ ഫുലൈല്, അല്ല ചോദിക്കുന്നത് കേൾക്കടാ ഫുലൈല്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
ആ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ആ പെണ്ണ് ചോദിക്കുകയാ, അല്ല ചോദിക്കുന്നത് കേൾക്കടാ, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ? ആസ്വദിച്ചില്ലേ ഫുളൈല്? ഒരുപാട് സുഖിച്ചില്ലേ ഫുളൈല്? ഒരുപാട് രസിച്ചില്ലേ ഫുളൈല്? നിർത്താറായില്ലേടാ ഫുളൈല്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായ ഫുളൈലിന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവരെ ഇറങ്ങി ഓടുകയാണ്. ആ ഫുളൈല് പിന്നെ ലോകമറിയുന്ന പണ്ഡിതനായടോ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ആ ഫുളൈലിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്താ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങളായ മക്കളുണ്ടല്ലോ, ആ മക്കളുടെ ചാരത്ത് അവരുടെ മുമ്പിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്തേ നമുക്ക് മാറാൻ കഴിയാത്തത്? ഖുർആൻ കേൾക്കാഞ്ഞിട്ടല്ലോ. ഓരോ വർഷവും പടച്ചവന് ഇതുപോലെ പണ്ഡിതന്മാര് വന്ന് ഖുർആൻ ഓതിയിട്ട് നിങ്ങളോട് വഅദ് പറയുമല്ലോ. നിങ്ങളും ഖുർആൻ പാരായണം ചെയ്യുന്നവരാണല്ലോ. എന്തേ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? അതാ പടച്ചവനെ മക്കള് പറയുന്ന ഉസ്താദേ, പ്രായം ചെന്നിട്ട് എന്റെ വാപ്പ നന്നാകുന്നില്ല ഉസ്താദ്. ഇപ്പോഴും 18കാരനെ പോലെയാ എന്റെ വാപ്പ. പടച്ചവനെ ഇപ്പോഴും ചെറുപ്പമാണെന്നുള്ള ചിന്തയാണ്. 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, മുടിയൊക്കെ നരച്ചു പോയി വൃദ്ധനായി. എന്നിട്ടും വാപ്പയുടെ അഹങ്കാരത്തിന് കുറവില്ല, ദുസ്വഭാവങ്ങൾ മാറ്റുന്നില്ല. ഉസ്താദേ, എന്റെ ഉമ്മയുടെ സ്വഭാവത്തിനും ഒരു മാറ്റവുമില്ല. അമ്മായും പ്രായമായി, നന്നാകുന്നില്ല. മക്കള് ചോദിക്കുകയാണ്, ഏതൊരു മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകുമല്ലോ, ഏതൊരു മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകുമല്ലോ. എന്തേ ഉസ്താദേ എന്റെ വാപ്പ നന്നാകാത്തത്, എന്റെ ഉമ്മ നന്നാകാത്തത്? മാതാപിതാക്കളെ കരയുകയാണ്. ഉസ്താദേ, എന്റെ മക്കള് എനിക്ക് 18ഉം 20ഉം വയസ്സേ ആയുള്ളൂ. അവന് വാപ്പയത്തെല്ലാം കൈപൊക്കുകയാ, ഉമ്മാനെ ചീത്ത പറയുകയാ, അവന് കഞ്ചാവടിക്കുകയാ. പടച്ചവരെ, ആര് പറഞ്ഞാലും അവൻ അനുസരിക്കുന്നില്ല ഉസ്താദ്. എത്ര കരഞ്ഞു നോക്കി, എത്ര ഉപദേശിച്ചു നോക്കി, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടും അവന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലല്ലോ. ഉസ്താദേ, എന്റെ പൊന്നുമോള് എന്റെ മുഖത്ത് നോക്കിയിട്ട് ആവശ്യമില്ലാത്തത് പറയുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1നും +2നും പഠിക്കുന്ന മകള് ഞാൻ പറയുന്നതനുസരിക്കുന്നില്ല ഉസ്താദ്. വീട്ടിൽ വല്ലാത്ത സങ്കടമാ ഉസ്താദ്. എന്തേ ഉസ്താദേ ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെ ആയി പോയത്? ഉപദേശം കേട്ടിട്ടും അവര് നന്നാകുന്നില്ലല്ലോ. അതിന്റെ കാരണം അറിയണോ മുസ്ലിമേ? അതിന്റെ കാരണം അറിയണോ? എത്ര വഅദ് കേട്ടിട്ടും, എത്ര ഉപദേശം കണ്ടിട്ടും, എന്തെല്ലാം കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടും മക്കള് നന്നാകാത്തതിന്റെ കാരണം എന്താ? വാപ്പ നന്നാകാത്തതിന്റെ കാരണം എന്താ? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഉറക്കം തൂങ്ങല്ലേ ചെറുപ്പക്കാരാ, പെങ്ങളെ കേട്ടില്ല എന്ന് പറഞ്ഞ് നടിക്കല്ലേ മോള്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്താ? നിന്റെ ഭർത്താവ് ഇങ്ങനെ ആകാനുള്ള കാരണമെന്താ? മക്കൾ ഇങ്ങനെ ആകാനുള്ള കാരണമെന്താ? മാതാപിതാക്കള് തലതിരിഞ്ഞു പോകാനുള്ള കാരണമെന്താ? അതിന്റെ കാരണം അല്ലാഹു പറയുകയാ, ഖുർആനിനെ പരിഗണിക്കാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാതെ വന്നപ്പോ, ഖുർആനിനെ ബഹുമാനിക്കാതെ വന്നപ്പോ, ഖുർആനിനെ ആദരിക്കാതെ വന്നപ്പോ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? വൈന തദ്ഊഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ചിലരുടെ സ്വഭാവം കാണുമ്പോ നീ ചോദിക്കാറുണ്ടല്ലോ, ഉസ്താദേ ഇവൻ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലല്ലോ, ഇവൻ എന്തൊരു സ്വഭാവമാണ്, ഇവൻ എന്തൊരു സ്വഭാവമാണ്, ഇവന്റെ സ്വഭാവം കണ്ടാൽ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലല്ലോ, പരലോകമുണ്ടെന്നുള്ള ചിന്തയില്ലല്ലോ. പെങ്ങളെ, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കയറി വൃത്തികേടുകൾ കാണിക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോ സങ്കടം തോന്നാറുണ്ടല്ലോ. പടച്ചവനെ, എന്തേ ഇങ്ങനെ ആയി പോയത്, ഇവർക്കൊന്നും മരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയില്ലല്ലോ. അങ്ങനെങ്ങനാ ചിന്ത വരുന്നത്? അള്ളാഹു എഴുതി തെള്ളിയവരാവര്, അള്ളാഹു എഴുതി തെള്ളിയവരാണവര്. ഒരിക്കലും അവരെ നന്നാക്കാൻ പറ്റൂല. ആരൊക്കെ വിചാരിച്ചാലും നന്നാക്കാൻ പറ്റൂല. ഏത് തങ്ങള് വന്നാലും, ഏത് ആരെല്ലാം വന്നാലും, ഏത് കുത്തുബുൽ ഖതാബ് വന്നാലും അവനെ നന്നാക്കാൻ കഴിയില്ലടോ. ഖുർആൻ പറയുന്നു, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഒരു കാലത്തും നന്നാകൂല, ഒരു കാലത്തും നന്നാവൂല. അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല, ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. ആര് പറഞ്ഞാലും അവര് കേൾക്കില്ല, ആര് പറഞ്ഞാലും അവരനുസരിക്കില്ല. എത്ര കിടന്ന് നിലവിളിച്ച് നെഞ്ചു പൊട്ടിക്കരഞ്ഞാൽ അവർക്ക് കാരുണ്യം തോന്നില്ല പെങ്ങള്. കാരണം നിങ്ങൾ പറയുന്നതൊന്നും അവര് കേൾക്കുന്നില്ല. വൈദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സഹൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നീ ചോദിക്കുന്നില്ല, ഉസ്താദേ ഞാൻ എത്ര കരഞ്ഞു നോക്കി എന്റെ മോളുടെ മുമ്പിൽ ഇരുന്ന്, നന്നാകുന്നില്ല. ഉസ്താദേ, തങ്ങന്മാര് ഉസ്താദന്മാര് ഇനി ഉപദേശിക്കാൻ ആരുമില്ല. ആരൊക്കെ ഉപദേശിച്ചിട്ട് ഒരു മാറ്റമില്ല. എന്ത് ഇങ്ങനെ? വിട്ടേക്കണം സഹോദര, നന്നാക്കാൻ പറ്റൂല. അങ്ങനെ ഉള്ളതിനെ ഒന്നും നന്നാക്കാൻ പറ്റൂല. കാരണം എത്ര വഴുതു പറഞ്ഞാലും, ചെറുപ്പക്കാർ പറയത്തില്ലേ, നിങ്ങൾ എത്ര വഴുതു പറഞ്ഞാലും ഞങ്ങൾ നന്നാവില്ല ഉസ്താദെ, നിങ്ങൾ തൊണ്ടയുടെ വെള്ളം വന്നല്ലാതെ. നിങ്ങളുടെ വഴുത് കെട്ടണം, ഞങ്ങൾ നന്നാവില്ല. നിങ്ങളുടെ വഴുത് കെട്ടിട്ട് ഞങ്ങൾ ഉറങ്ങുന്നത്. അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. ഉസ്താദെ വഴുത് കെട്ടിട്ട് എന്നോട് തന്നെ പറയാറുണ്ട്, ഉസ്താദെ നിങ്ങളുടെ വഴുത് കെട്ടിട്ടാ ഞാൻ ഉറങ്ങണേന്ന്. ഇപ്പൊ വഴുത് കെട്ടിട്ടാ ഉറങ്ങണേ, അതാ അവസ്ഥ. എടോ, അല്ല എഴുതി അങ്ങ് തെള്ളും. പാപ്പ നീ എത്ര വഴുത് പറഞ്ഞിട്ടും നീ നെഞ്ചു പൊട്ടിയിട്ട് ഇപ്പൊ ചാവൂന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും മോള്. അവനെ മറക്കണം മോളെ, കാമുകനെ വേണ്ട, അവൻ നമ്മുടെ മതം പോലും അല്ല, നീ ഉപേക്ഷിക്ക്, ഇല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും. ഉമ്മ ചത്തു വന്നാലും ഞാൻ പോത്തില്ല, എനിക്കൊരു മാറ്റം ഇല്ല. പാപ്പ എന്ത് ചെയ്ത്, എന്ത് പാപ്പ എന്തുമ്മ, ഒരു എന്തൊക്കെ പറഞ്ഞാലും അവർ കേൾക്കില്ല. കാരണം അള്ളാഹു പറയുന്നു, ഫലമ്മാ സാഗു വസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ചെവി അടച്ചു കളഞ്ഞു അല്ലാഹ്, പിന്നെ എങ്ങനെ കേൾക്കാനാ? ചെവി അടച്ചില്ലേ? അള്ളാഹു പറയുന്നു, അവരുടെ ചെവി അള്ളാഹു അടച്ചു കഴിഞ്ഞു, അവരുടെ ഹൃദയം അള്ളാഹു സീലി വെച്ചു, പിന്നെ എങ്ങനെ കേൾക്കും? അതാണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ എന്ത് മരണം, എന്ത് കബറ്, എന്ത് മസ്സറ, എന്ത് നരകം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ളതൊക്കെയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് പല കോപ്രായങ്ങളും കാണിക്കുന്നത്. ഇസ്ലാമിന്റെ പേര്, മുസ്ലിമിന്റെ പേരും വെച്ചുകൊണ്ട് നാണം കെടുത്തു. മുസ്ലിമിന്റെ പേര് വെച്ചുകൊണ്ട് എന്തെല്ലാം കാണിക്കും എന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തെല്ലാം പേക്കൂത്തുകളാ കാണിക്കുന്നത്. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് ജീവിതത്തിൽ മാറ്റം വരുന്നില്ല, ബഹുമാനമില്ല, ആദരവില്ല. ഉസ്താദെ പഴയതുപോലൊന്നും കച്ചവടമില്ല ഉസ്താദെ, ആകെ സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാം പോയി. എങ്ങനെ പോകാതിരിക്കും? എങ്ങനെ? നിനക്ക് പൈസയൊന്നും ഇല്ലല്ലോ, കച്ചവടം എല്ലാം പോയി, തകർന്നു തരിപ്പണമായി. ആരും കൂടോത്രം ചെയ്തതുകൊണ്ടൊന്നുമല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും വിചാരിക്കണമെന്ന് കൂടോത്രം ചെയ്തൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ അള്ളാഹു നിന്നെ വെള്ളം കുടിപ്പിക്കും. ഖുർആൻ ഞാൻ പറഞ്ഞല്ല, ഖുർആൻ പറഞ്ഞതാ. നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ട പരിശുദ്ധമായ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ല, ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല. കലാമല്ലേ, അള്ളാഹുടെ ഖുർആനല്ലേ, അള്ളാന്റെ കലാമല്ലേ. അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദരിക്കണമെന്നല്ലേ, ബഹുമാനിക്കണമെന്നല്ലേ. റജബ് മാസമല്ലേ, അള്ളാടെ മാസം. ഈ മാസം സാധാരണ മാസം പോലെയല്ല. ഈ മാസത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ നീ സൂക്ഷിക്കണം.
എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സാധാരണ മാസം പോലെയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ റജബ് മാസം. ഇത് അള്ളാഹുവിന്റെ മാസമാണ്. ഈ മാസത്തിൽ തെറ്റ് ചെയ്താൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനുമായി നമ്മുടെ ജീവിതത്തിലെ ഖുർആൻ നമ്മളുമായിട്ട് എടുക്കട്ടെ. ആ ഖുർആനെ കുറിച്ച് പഠിക്കും, മനസ്സിലാക്ക്. ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനവും ബഹുമാനവും നമ്മൾ കൊടുക്കുക. അത് ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല. ഒന്നുമില്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല. ഖിബലയുടെ നേരെ ഇരുന്നിട്ട് വേണം ഖുർആൻ ഓതാൻ. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. നമ്മൾ വഴുതു പറയും. ആ സമയത്ത് ഫോൺ വന്നാൽ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംസാരിച്ചാൽ 40 ദിവസത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്ന അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത്രത്തോളം ബഹുമാനം ആദരവും ഖുർആനിന് കൊടുക്കണം. അള്ളാഹു ആ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പോൾ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. നിർത്താറായോപ്പാ? സമയം എന്തായി? 10:15 സുബ്ഹാനല്ലാഹ്, ഞാൻ അറിഞ്ഞില്ല. 10:15 ചെല്ലിയുടെയൊക്കെ മുഖത്ത് നിർത്തി. ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റും കൂടി ഇരിക്കൂലേ? ഒരു 10 മിനിറ്റും കൂടി ഇരിക്കൂലേ? ഞാൻ 11 മണിക്ക് നിർത്തും. 10:30 നിർത്തണമെന്നാണ് വിചാരിച്ചത്. ഇപ്പൊ സമയമൊക്കെ വയലൊക്കെ പഴയതുപോലൊന്നും ഇല്ലടോ, വയ്യടോ. പെട്ടെന്ന് പതുക്കെ കുറച്ച് സമയം കുറച്ച് വരിക. ഇരിക്കാനൊന്നും വയ്യ. ഇതിന്റെ സംഘാടകർ എന്നെ വിളിക്കാൻ വന്നപ്പോൾ ആ ചങ്ങാതിമാർക്ക് തന്നെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നി. പിന്നെ എല്ലാ വർഷവും വരുന്നതാണല്ലോ. അപ്പൊ ആ ഒരു ബർക്കത്തിന് വേണ്ടി എന്തോ അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റേ. അൽഹംദുലില്ലാഹ് ഒന്ന് എഴുന്നേറ്റേ, മുന്നോട്ട് കയറിയിരുന്നേ ഒന്ന് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമ്പോൾ. എല്ലാവരും ഒന്ന് മുന്നോട്ട് കയറിയിരിക്കും. പൊടിയൊന്നും ഇളക്കണ്ടപ്പോ പതുക്കെ മിണ്ടാതെങ്കിൽ വാ. മക്കൾ മുത്തല്ലിങ്ങളുടെ കൂടെ ഇരുന്നു ഇൻഷാ അല്ലാഹ്. നിർത്താ, 15 മിനിറ്റേ ഉള്ളൂ. പെട്ടെന്ന് കയറിക്കോ ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. സഹോദരങ്ങളെ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ 10-24 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി അവർ കടന്നു വരുന്നു. ചെറുതാകട്ടെ വലുതാകട്ടെ, അല്ലാഹു തന്നതിൽ ഒരൽപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റാൻ സദക്കയ്ക്ക് പവറുണ്ട്. പെങ്ങളെ അള്ളാനെ മറന്നു പോകരുത്. പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാണ്. ഭക്ഷണം കഴിക്കുന്ന വീട്ടിലാണ് ഒരു സഹോദരൻ തന്റെ പ്രിയപ്പെട്ട കുട്ടിക്ക്, പെൺകുട്ടിയാണ്, 21 വയസ്സുള്ള പൊന്നുമോള്. പടച്ചവനെ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. എന്റെ കൂടെ വന്ന പടച്ചവനെ നിഷാദിന്റെ സഹോദരൻ ആ പൊന്നുമോളുടെ ഫോട്ടോ കാണണോ എന്ന് ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നോക്കാൻ മനസ്സ് വന്നില്ലടോ. കളിച്ച് ചിരിച്ച് നടക്കുന്ന പൊന്നുമോള് പടച്ചവനെ മുടിയില്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോ നോക്കാൻ മനസ്സ് തോന്നിയില്ല. പടച്ചവനെ പനി പടരുന്നത് പോലെ ഓരോ കുടുംബത്തിലും ക്യാൻസർ രോഗികൾ വരികയാണ്. കിഡ്നി രോഗം വല്ലാതെ പടരുകയാണ്. കരൾ രോഗം വല്ലാതെ പടരുകയാണ്. സ്ട്രോക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പല രോഗങ്ങൾ ഇങ്ങനെ പടരുകയാണ്. പെങ്ങള് പറയാറുണ്ട്, ഉസ്താദേ ഒരുപാട് മരുന്ന് കഴിച്ചു, എന്റെ രോഗം മാറുന്നില്ല. ഒരുപാട് മരുന്ന് കഴിച്ചു, പോകാൻ ഇനി കാണിക്കാൻ ഡോക്ടർമാരില്ല ഉസ്താദ്. പെങ്ങളെ രോഗം മാറാ മുത്തുനബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു തന്ന മരുന്നെന്തെന്നറിയോ? അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്. അതിനുള്ള അവസരമാണ്. ബക്കറ്റുമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു തന്നതിൽ നിന്ന് മുഴുവനും കൊടുക്കേണ്ട ഒരൽപ്പമെങ്കിലും നീ കൊടുക്കാൻ തയ്യാറായ അള്ളാഹു നിന്റെ രോഗം മാറ്റുകയാണ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പടച്ചവരെ, ആ ബക്കറ്റിന്റെ അകത്ത് ഓരോ രൂപ ഇടുമ്പോഴും അല്ലാഹുവോട് പറയണമല്ലാ, മാരകമായ
ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ, ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അറുത്ത് മുറിക്കല്ലേ അല്ലാ, അറുത്ത് മുറിക്കല്ലേ അല്ലാ. നല്ല ഒരു നിയ്യത്തോടെ ഒരു സദക്ക ചെയ്യൂ റബ്ബേ. ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ദുആയിക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. അല്ലാഹു ദുആയിക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറ്റിയതൊക്കെ പറ്റി, ജീവിതത്തിൽ പറ്റിയതൊക്കെ പറ്റി അല്ലാഹു എല്ലാം പുറത്തുവരുമാറാകട്ടെ. അല്ലാഹു പുറത്തുവരുമാറാകട്ടെ. അല്ലാഹു എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തുവരുമാറാകട്ടെ. റജബ് മാസമാ സഹോദര, അതുകൊണ്ട് അൽഹംദുലില്ലാ അല്ലാഹുടെ മാസമല്ലേ. ഇതുപോലൊരു അവസരം നാളെ ഷമീർ ദാരിമി ഉസ്താദാണ് അല്ലേ, നാളെ ഷമീർ ദാരിമി ഉസ്താദ്, പിന്നെ നൗഷാദ് ബാക്കവി, പിന്നെ കബീർ ബാക്കവി, ഇവരൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. നമുക്കൊക്കെ ഇതുപോലെ വന്നിരിക്കാൻ ആയുസ്സും ആരോഗ്യം ഉണ്ടോ എന്നറിയില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്ത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ നിമിഷം വരെ, ഈ 11 മണി വരെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും ഇന്നിവിടെ നിന്ന് കഴുകിക്കളഞ്ഞിട്ട് സ്വർഗത്തിന്റെ അവകാശിയെ പോലെ പോകുന്ന വഴിയിലും മലക്കുകൾ കാത്തു നിൽക്കണം നിന്നെ മുസാഫഹത്ത് ചെയ്യാൻ. അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ കാത്തു നിൽക്കണം മുസാഫഹത്ത് ചെയ്യാൻ. ഹജറുൽ അസ്വദ് മുത്തിയ മനുഷ്യനെ പോലെ സർവ്വ പാപങ്ങളും ഇവിടെ ഇട്ടിട്ട് അൽഹംദുലില്ലാ ഈമാനോടുകൂടി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞിട്ട് നമുക്ക് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ, പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞൂടെ? അപ്പോഴും ഇൻഷാ അല്ലാഹ് നോക്കാൻ സിറാജേന്ന പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞൂടെ? ഇത്ര കൂടി എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നു. ജീവിതത്തിൽ 2025 വിട പറയാൻ പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ നമ്മൾ അടുത്തിരിക്കുകയാണ്. മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ അടുത്തു. അത് ചിന്തിച്ചാൽ മതി, വേറൊന്നും വേണ്ട, വയസ്സൊന്നും കൂട്ടണ്ട. മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത മാത്രം മതി. അപ്പം നമുക്ക് നന്നാകാൻ കഴിയും. അതുകൊണ്ട് അൽഹംദുലില്ലാ പരിശുദ്ധമായ റജബ് മാസമാണ്. ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ പറയേണ്ട മാസമാണ് റജബ് മാസം. അള്ളാഹു നമുക്ക് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എടോ, പാവങ്ങൾ പൊറുക്കണമെങ്കിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ ഒന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ പൊറുക്കണമെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയേണ്ടതുപോലെ ഒരു വട്ടം പറഞ്ഞാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പാപം പൊറുക്കണമെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ഉറക്കെ പറ, അള്ളാഹുവെ ഈ അസ്തഗ്ഫിറുല്ല പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു അസ്തഗ്ഫിറുല്ല പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. അള്ളാഹു ഉറക്കെ പറയുന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഒരു അസ്തഗ്ഫിറുല്ലാഹ് ഇവിടെ പറ. അപ്പൊ വേണമെന്ന് വെച്ചാ ചക്ക എവിടെയും കിളിക്കും, വേരിലും കിളിക്കും. വേണമെന്ന് വിചാരിക്കണം. അള്ളാഹു നമ്മളെ ആ വേണമെന്ന് വിചാരിക്കുന്നവർ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ എന്താ മതി? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാവവും അള്ളാഹു പൊറുക്കും. ഏത് അസ്തഗ്ഫിറുല്ലാഹ്? മറ്റേ ഉമ്മാമ കയ്യിൽ തസ്ബീഹ് വെച്ചിട്ട് അടിക്കുന്ന അസ്തഗ്ഫിറുല്ലാഹ് അല്ല. അതിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാന ഉസ്താദ്, റാത്താണ് ഉസ്താദ്, അതിന് അസ്തഗ്ഫിറുല്ലാഹ്, അവൻ അങ്ങനെ അല്ലെങ്കിൽ അപ്പടിയാക്കും, എന്നിട്ട് അവ ഇപ്പടി കാണിക്കും. അത് അസ്തഗ്ഫിറുല്ലാഹ് അല്ല. ഇറച്ചി തിന്നുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും, അതുമല്ല. രണ്ടും കൂടെ ചെയ്യുന്ന ആ പരിപാടിയല്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഒരൊറ്റ പ്രാവശ്യം അത് പറയുന്നത് ഒരൊറ്റ വാക്കാണെങ്കിൽ ഇഖ്ലാസോടുകൂടി പറയണം. അതിപ്പോ ദുആയൊക്കെ ഉസ്താദല്ലേ അങ്ങനെ. എടോ, അള്ളാഹ്ക്ക് ആര് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. ഉസ്താദെന്നോ അല്ലെങ്കിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ചിലരുടെയൊക്കെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ഇഖ്ലാസാണ് അള്ളാഹു പരിഗണിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുന്നത്. അവൻ എന്താണ് അവന്റെ നീയത്തിൽ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് ഒരു ഉസ്താദ് വഅദ് പറഞ്ഞു. വെള്ളിയാഴ്ച ജുമയ്ക്ക് ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചാണ് ഉസ്താദ് പറയുന്നത്. അള്ളാഹിനോട് ഏത് പ്രതിസന്ധിയിലും സഹായം ചോദിച്ചാൽ അള്ളാഹ് സഹായിക്കും. തല പോകുന്ന വിഷയമാണെങ്കിലും ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ സഹായം ചോദിച്ചാൽ അള്ളാഹ് സഹായിക്കും. അതായിരുന്നു ജുമാ പ്രസംഗം. അന്ന് രാത്രി ഒരു കള്ളൻ എന്ത് ചെയ്യും? മോഷ്ടിക്കാൻ പോയി. കള്ളം മോഷ്ടിക്കാൻ പോയി. മോഷണം നടത്തുന്നതിന്റെ ഇടയിൽ വീട്ടുകാർ ഉണർന്നു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നിലവിളിയായി ബഹളമായി അയൽവാസികളൊക്കെ ഉണർന്നു. കള്ളൻ ജീവനും കൊണ്ടോടി. കള്ളന്റെ പുറകെ നാട്ടുകാർ ഓടി. വിടൂല കള്ളനെ. എത്ര ഓടിയിട്ടും വിടുന്നില്ല നാട്ടുകാർ. അങ്ങനെ ഓടി 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 കള്ളനൊരു വലിയ ഒഴുക്കുള്ള പുഴയുടെ മുമ്പിൽ ചെന്നു. മുമ്പിൽ നല്ല ഒഴുകുന്ന പുഴ. പുറകോട്ട് നോക്കിയപ്പോൾ കമ്പും കാലും കൊണ്ട് തല്ലിക്കൊല്ലാൻ വേണ്ടി നാട്ടുകാർ വരിക.
കള്ളൻ അപ്പോഴാണ് ജുമാ പ്രസംഗം ഓർത്തത്. എന്തായാലും പൊട്ടു, കള്ളൻ എന്തായാലും പൊട്ടു. ആ കള്ളനായ മനുഷ്യൻ ചിന്തിച്ചു, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത് ഓർമ്മ വന്നു, ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ച അള്ളാഹ് സഹായിക്കും. കള്ളൻ ആ പുഴയുടെ ചാരത്ത് നിന്നിട്ട് പറഞ്ഞു, പടച്ചോനെ അള്ളാഹു ഇത്രയും കാലം ഞാൻ ചെയ്തത് തെറ്റാ അല്ലാ, ഇത്രയും കാലം ഞാൻ ചെയ്തത് പാപോ അല്ലാ, പടച്ചോനെ ഇനി ഞാൻ മോഷ്ടിക്കത്തില്ല അല്ലാ, എന്നെ നീ നാട്ടുകാർക്ക് കൊടുക്കരുത്, എന്നെ നീ രക്ഷപ്പെടുത്തണം. അള്ളാഹുവേ ഉസ്താദ് എന്ന് പറഞ്ഞു, ഏത് പ്രയാസത്തിലും നിന്നോട് ചോദിച്ചാൽ നീ സഹായിക്കുമെന്ന്. റബ്ബേ നീ എന്നെ കൈവിടരുത്, ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. കള്ളൻ വെള്ളത്തിന്റെ മുകളിലേക്ക് കാലെടുത്തു വെച്ചു. റോഡിൽ കൂടെ നടന്നു പോകുന്നത് പോലെ കള്ളൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അക്കരയിൽ പോയി രക്ഷപ്പെട്ടു. കള്ളന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ പള്ളിയിലെ ഖത്തീബിനെ ഒറ്റയ്ക്ക് കാണാൻ പോയി. എന്നിട്ട് കള്ളൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പറഞ്ഞത് സത്യവാ, അള്ളാഹിനോട് ചോദിച്ചാൽ പടച്ചവൻ സഹായിക്കും. ഉസ്താദിന് വലിയ ആകാംക്ഷ. ഉസ്താദ് ചോദിച്ചു, എന്താണ്? ഞാൻ ഇന്ന പോലെ ഉസ്താദ് ആരും പറയരുത്, ഞാൻ ഇന്നലെ മോഷണം നടത്താൻ പോയി. അവസാനം നാട്ടുകാരുണർന്നു, വീട്ടുകാരുണർന്നു, എന്നെ പിടിക്കാൻ വന്നു. പുഴയുടെ മുമ്പിൽ ചെന്നിട്ട് ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ വെച്ച് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് വെള്ളത്തിലിറങ്ങി. ഞാൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു രക്ഷപ്പെട്ടു ഉസ്താദെ. കള്ളം പറഞ്ഞിട്ട് പോയി. ഉസ്താദിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഉസ്താദിന് സമാധാനമില്ല. പടച്ചവനെ, ഒരു കള്ളൻ നടന്ന് അള്ളാഹു സഹായിച്ചില്ലേ. ഉസ്താദും എഴുന്നേറ്റ് പുഴയുടെ ചാരത്ത് പോയി. എന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാ കള്ളം വരെ ഇതിന്റെ മുകളിലൂടെ നടന്നുപോയി. പടച്ചവനെ, ഞാൻ ഇൽമു പഠിച്ച ആളാ, എന്നെയും നടത്തണേ അല്ലാ. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദ് വെള്ളത്തിലോട്ട് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഉസ്താദ് വെള്ളം കുടിക്കാൻ തുടങ്ങി. പക്ഷെ കള്ളന്റെ മനസ്സിലുള്ള നീയത്ത് നല്ലതായിരുന്നു. ആ കള്ളന്റെ മനസ്സിലുള്ള ഇഖ്ലാസോട് കൂടിയുള്ള നീയത്ത്, പടച്ചോനെ, ആ മനുഷ്യന്റെ അത്ര ഇഖ്ലാസ് ഉസ്താദിന് ഇല്ലാതെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചോദിക്കുന്നത് പറയുന്നത് ഒരു ദിക്റാണെങ്കിലും അതിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു നമ്മുടെ പാവങ്ങൾ പുറത്തു വരുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യ്. എത്രത്തോളം ദുആ ചെയ്യാൻ കഴിയുമോ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്നത് പോലെ എല്ലാം എണ്ണി എണ്ണി പറയണേ ചെറുപ്പക്കാരാ. ഒരു മടിയുമില്ലാതെ പടച്ചവനോട് പറയണേ പെങ്ങള്. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയോ? ചുമ്മാതെ പറഞ്ഞാ പോരാ, ചുമ്മാതെ പറഞ്ഞാ പോരാ. എങ്ങനെയാണ് പലരും പറയുന്ന, ഉസ്താദേ എന്റെ പാപം പൊറുക്കാനുള്ള വഴി എന്താണ്? തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയുമോ വാപ്പാ? ഒരു തൗബ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ഒരു ചെറുപ്പക്കാരന്റെ തൗബ ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ടവരെ, സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു സഅലബയെ. ഒരിക്കൽ സഅലബ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവുകയാണ്. അതാ ഒരു വീടിന്റെ പരിസരത്തുകൂടെ സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് വീടിന്റെ പരിസരത്ത് നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ വഴിയിലൂടെയാണ് സഅലബ നടന്നു പോകുന്നത്. ആ പെണ്ണ് കുളിക്കുന്നത് സഅലബ കാണുകയാണ്. സുന്ദരിയായ പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോ സഅലബ അവിടെ നിന്നുകൊണ്ട് നോക്കുകയാ. ആ പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് സഅലബ അവിടെ നിന്നുകൊണ്ട് നോക്കുകയാണ്. സാധാരണ നോട്ടമല്ല. ആ നോട്ടം അങ്ങ് നീണ്ടുപോവുകയാണ്. ഒരുപാട് നേരം ഇങ്ങനെ നിന്നുകൊണ്ട് ആ പെണ്ണിനെ കണ്ട് ആസ്വദിക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ സഅലബ ചിന്തിക്കുന്നു, അല്ലാ ഞാൻ ചെയ്തത് പാപമാണല്ലോ അല്ലാ, ഞാൻ ചെയ്തത് പാപമാണല്ലോ അല്ലാ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ അല്ലാ. ഈ ഹറാം കണ്ട കണ്ണുകൊണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് നബിതങ്ങളെ കാണുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഇനി ഞാൻ എങ്ങനെയാണ് പോകുന്നത്? മുത്തി നബിക്ക് മനസ്സിലാകുമല്ലോ, അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഈ വ്യഭിചരിച്ച കണ്ണുമായി ഞാൻ എങ്ങനെ പോകാനാ പടച്ചവന്? സഅലബയ്ക്ക് സങ്കടമായിടോ. സഅലബ ഓടുകയാണ്. അല്ലാഹുവേ, പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ പോയിട്ട് പ്രാന്തനെ പോലെ സഅലബ കരയുകയാ. പടച്ചവനെ, ഞാൻ വ്യഭിചരിച്ചു റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ.
പഴുത്ത് കിടക്കുന്ന മണ്ണ് വാരി തന്റെ ശരീരത്തിലിട്ടുകൊണ്ട് സഅലബ കരയുകയാ. പിന്നെ ഒരാളും സഅലബയെ കണ്ടില്ലടോ. സഅലബ ഇങ്ങനെ മരുഭൂമിയുടെ സൈഡിലൂടെ മലഞ്ചെരിവിലൂടെ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. നരകത്തിലാണല്ലോ, നരകത്തിന്റെ വിറക് കൊള്ളിയാണല്ലോ. പടച്ചവരെ, മരിച്ചാ മതിയായിരുന്ന തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് സഅലബ ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, മൂന്നാഴ്ചയല്ല സഅലബയെ കാണാനില്ലടോ. 40 ദിവസമായി സഹോദരാ, പെങ്ങളെ, 40 ദിവസമായി പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കിടക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. നബിയേ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ ദുആ, ആ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയണേ നബിയേ. 7 ആകാശവും കടന്ന് ജിബ്രീൽ വരണമെങ്കിലോ, അല്ലാഹു പറഞ്ഞു വിടണമെങ്കിലോ എത്ര കരഞ്ഞിട്ടുണ്ടാകും ചെറുപ്പക്കാരാ, എത്ര കരഞ്ഞിട്ടുണ്ടാകും പൊന്നുമോരെ. അല്ലാഹുവിനോട് ഇതുപോലെ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടാകും പെങ്ങള്. അല്ലാഹുവിന്റെ റസൂല് സുബഹിക്ക് പള്ളിയിൽ വന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, സഹാബാ, സഅലബ എവിടെ സഹാബാ? സഅലബ എവിടെ സഹാബാ? യാ റസൂലല്ലാഹ്, എവിടെയാണെന്നറിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, സൽമാൻ അൽ ഫാരിസി തങ്ങൾ രണ്ടുപേരോടും പറയുന്നു, എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരണം. സഅലബ എവിടെയുണ്ടെങ്കിലും എന്റെ മുമ്പിൽ കൊണ്ടുവരാറ് രണ്ടുപേരോട് മുത്തുനബി പറയുകയാണ്. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും ഇറങ്ങി പോവുകയാണ്. അവര് നാട് മുഴുവനും തിരയുകയാണ്. രാവിലെ മുതൽ സുബഹി കഴിഞ്ഞു തുടങ്ങിയ തിരക്കലാണ്. പടച്ചവരെ, ഉച്ചയായിട്ടും കാണുന്നില്ലടോ. അങ്ങനെ മലഞ്ചെരുവിലൂടെ നടക്കുകയാണ്. പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും സഅലബയെ തെരഞ്ഞു നടക്കുമ്പോ ഒരാട്ടിടയനായ മനുഷ്യൻ വരികയോ, ആട്ടിനെ വെച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ വരികയോ. ഉമർ തങ്ങൾ ചോദിക്കുന്നു, മനുഷ്യ, നിങ്ങൾ എവിടെയെങ്കിലും സഅലബയെ കണ്ടോ? നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഏതെങ്കിലും മരഞ്ചെരുവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് ആട്ടിടയനായ മനുഷ്യൻ പറയുകയാണ്, സഅലബയാണോ എന്നെനിക്കറിയില്ല, നിങ്ങളെ തിരക്കുന്ന സഅലബയാണോ എന്നെനിക്കറിയില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് ആടുമായിട്ട് വെള്ളത്തിന് വേണ്ടി പോയപ്പോ അതാ മുടിയൊക്കെ ജട പിടിച്ച ഒരു ചെറുപ്പക്കാരൻ മണലിൽ കിടന്ന് നിലവിളിക്കുകയാ. എന്നെ കണ്ടപ്പോ മലയുടെ മുകളിലേക്ക് ഓടിപ്പോയി. പറഞ്ഞ അടയാളം വെച്ചുകൊണ്ട് 2 സ്വഹാബികളും കൂടെ, ഉമർ തങ്ങളും സൽമാൻ തങ്ങളും ആ അടയാളം പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോ അല്ലാഹുവേ, എല്ലും തൂലുമായി മുടിയൊക്കെ ജട പിടിച്ചിട്ട് കീറിപ്പറഞ്ഞ വസ്ത്രവുമായി സഅലബ വരികയാണ്. പഴുത്ത് കിടക്കുന്ന മണ്ണിലേക്ക് കിടന്നു മണ്ണ് വാരി തന്റെ ശരീരത്തിലിട്ടുകൊണ്ട് കരയുകയാണ്. റബ്ബേ, നരകത്തിലാണല്ലോ അല്ലാ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ അല്ലാ, ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ അല്ലാ, മരിച്ചാ മതിയായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കിടന്ന് നിലവിളിക്കുന്ന സഅലബയെ കണ്ടപ്പോ ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബാ. മുത്തുനബി വിളിക്കുന്നു, സഅലബാ. ഇല്ല തങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ വരൂല ഉമർ തങ്ങള്. ഞാൻ ചെയ്ത പാപം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ, എന്തായാലും ഞാൻ വരൂല. ഉമർ തങ്ങൾ പിന്നെ വിളിക്കുമ്പോ മനുഷ്യൻ പറയുകയാ, സഅലബ പറയുന്നു, എങ്കിൽ എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിലൂടെ വലിച്ചടച്ച് വേണമെങ്കിൽ എന്നെ കൊണ്ടുപോക്കോ, അല്ലാതെ ഞാൻ വരൂല. പടച്ചവനെ പിന്നെയും പിന്നെയും അവിടെ നിന്ന് നിർബന്ധിക്കുകയാണ്. സഅലബയ്ക്ക് മനസ്സിലായി ഉമർ തങ്ങൾ കൊണ്ടുപോകുമെന്ന്. അപ്പൊ സഅലബ പറഞ്ഞു, ഉമറേ, മുത്തുനബി നിസ്കരിക്കുന്ന സമയത്തെ എന്നെ കൊണ്ടുപോകാവൂ.
അള്ളാന്റെ റസൂലും സ്വഹാബത്തും നിസ്കരിക്കുന്ന സമയത്തെ എന്നെ കൊണ്ടുപോകാവൂ, അല്ലാതെ ഞാൻ വരൂല. അവിടെ സമ്മതിക്കുകയാണ്. പടച്ചവനെ, അതാ പള്ളിയിലെ നമസ്കാരം നടക്കുന്ന സമയത്താണ് 3 പേരും കൂടെ കടന്നു ചെല്ലുന്നത്. എല്ലാവരും ഉതുപെടുത്തു പള്ളിക്കകത്ത് കയറി. അല്ലാഹുവേ, ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുത്തു. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുകയാണ്. സഅലബയദാ ഉതുപെടുത്തുകൊണ്ട് പള്ളിക്കകത്ത് കയറിയിട്ട് കൈകെട്ടാ നോക്കുമ്പോ അള്ളാന്റെ റസൂൽ ഓതുകയാ, അള്ളാന്റെ റസൂൽ ഓതുകയാ, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്തങ്ങ് ബോധന്നത് കേട്ടപ്പോ സഅലബ ബോധം കെട്ട് താഴെ വീഴുകയാ. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അവിടുന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ്. അവസാനം നിസ്കാരം കഴിഞ്ഞു. നബിതങ്ങൾ വന്ന് സഅലബയ്ക്ക് ബോധം തിരിച്ചു വന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, സഅലബാ, അല്ലാഹു പുറത്തിരിക്കുന്നു. സഅലബാ, എവിടെയായിരുന്നു സഅലബാ? എന്തൊരു കോലമാണ് സഅലബാ. കുടുംബക്കാര് വല്ലാത്ത സങ്കടത്തിലാണ് സഅലബാ. സൽമാനേ, സഅലബയെ കൊണ്ടുപോയി വീട്ടിലേക്ക് വിടാൻ മുത്തുനബി എവിടെ നിന്ന് പറയുകയാ. പടച്ചവനെ, 7 ദിവസം കഴിഞ്ഞു. 8ാമത്തെ ദിവസമായപ്പോ സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു ഓടി വരുന്നു. യാ റസൂലല്ലാഹ്, സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ, ഉറങ്ങിയിട്ടില്ല നബിയേ, ഭക്ഷണം കഴിക്കാറില്ല നബിയേ, രാവും പകലും കിടന്ന് കരച്ചലാട് നബിയേ, വല്ലാത്തൊരവസ്ഥയിലും മരണത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നടാ. ചെറുപ്പക്കാരാ, മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സഅലബയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തിരുന്നു. അവിടത്തെ തലയിൽ കൈവച്ചു. എന്നിട്ട് നബി തങ്ങൾ സഅലബയുടെ മരണമെടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോ അവിടത്തെ തലയെടുത്തിട്ട് മുത്തുനബി മടിയിലേക്ക് വെക്കുകയാ. അവിടത്തെ തലയെടുത്തിട്ട് അള്ളാന്റെ റസൂല് തന്നെ മടിയിലേക്ക് വെച്ചു. സഅലബ പെട്ടെന്ന് തല പിടിച്ച് താഴെയിടുകയാണ്. നബി തങ്ങളുടെ മടിയിൽ നിന്ന് തല വലിച്ചിട്ട് താഴെയിടുകയാ. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, സഅലബാ, ഇഷ്ടമായില്ലേ സഅലബാ, ഇഷ്ടമായില്ലേ സഅലബാ, എന്റെ മടിയിൽ നിന്ന് തലവലിച്ച് താഴെയിടുന്നത് എന്തേ സഅലബാ? ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഞാനൊന്ന് വരാറ്, ഞാനും നടത്തിരിക്കാറ്, ഞാനവരുടെ ശരീരത്തിലൊന്ന് തൊടാറ്. ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ സഅലബാ. നീ എന്റെ മടിയിലെ തലവെച്ചപ്പോ വലിച്ച് താഴെയിടുന്നല്ലോ സഅലബാ, ഇഷ്ടമായില്ലേ സഅലബാ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, അത് വലിയ ഭാഗ്യമാണ് നബിയേ. തല വലിച്ച താഴെ ഇട്ടത് എന്തിനെന്നറിയോ? എനിക്കതിനുള്ള അർഹതയില്ല നബിയേ. അങ്ങയുടെ മടിയിൽ കിടന്ന് തല വെച്ച് മരിക്കാറ്, അങ്ങയുടെ മടിത്തട്ടിൽ കിടന്നു മരിക്കാറ് ഈ സഅലബയ്ക്ക് അർഹതയില്ല നബിയേ. ഞാൻ പാപിയാ നബിയേ, ഞാൻ പാപിയാണ് നബിയേ. താഴെ കിടന്ന് പിടയുമ്പോ അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ?
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലബാ, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. സലബാ. ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, മക്കളെ, 40 ദിവസം നിലവിളിച്ചുകൊണ്ട് നടന്നിട്ട് അവസാനം 48ാമത്തെ ദിവസം നെഞ്ചുപൊട്ടിയിട്ട് ലോകത്തോട് വിട പറയുന്ന സലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്ത പാപം എന്താടാ? കാമുകനെ വീട്ടിൽ വിളിച്ചു കയറ്റിയതല്ല, വ്യഭിചരിച്ചതല്ല, കൊലപാതകം നടത്തിയതല്ല. റോഡിലൂടെ നടന്നു പോകുമ്പോ കുളിച്ചു കൊണ്ടിരുന്ന ഒരു പെണ്ണിന്റെ ശരീരം കണ്ടുപോയതിന്റെ പേരിൽ പടച്ചവനെയും 48 ദിവസം ഇതുപോലെ കരഞ്ഞു വിളിച്ച തൗബ ചെയ്തിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിൽ ഇതിനാ മക്കളെ തൗബയെന്ന് പറയുന്നത്, ഇതിനാണ് തൗബയെന്ന് പറയുന്നത്. ഇങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് അല്ലാഹു ആ തൗബ പരിഗണിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, റജബ് മാസമാ, അല്ലാഹുവിന്റെ മാസമാണ്. ഇതുപോലൊരു അവസരം കിട്ടണമെന്നില്ല, ഇതുപോലെ ഒരു ചാൻസ് നിനക്ക് കിട്ടണമെന്നില്ല. പറയേണ്ടത് പറഞ്ഞു. പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. റബ്ബിനോട് എണ്ണി എണ്ണി പറഞ്ഞോ, അവനെക്കാലം പൊറുക്കുന്ന ഒരാള് ലോകത്തില്ല. അല്ലാഹുവിനെ പോലെ കരുണയുള്ള പൊറുക്കുന്ന ഒരാളെ പ്രപഞ്ചത്തിലില്ല. അല്ലാഹു നിന്റെ യജമാനനാ, നമ്മൾ അല്ലാഹുവിന്റെ അടിമയാ. പ്രതീക്ഷ കൈവിടരുത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പറ നബിയേ, എന്റെ അടിമകളോട് പറ നബിയേ, ഞാൻ ഗഫൂറാണെന്ന്, ഞാൻ റഹീമാണെന്ന്. എത്ര വലിയ പാപം ചെയ്തവനും പുറത്തു കൊടുക്കുന്നവൻ ഞാനാണെന്ന് പറ നബിയേ. നിരാശപ്പെടല്ലേ, പ്രതീക്ഷ കൈവിടല്ലേ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് നിന്റെ കയ്യിലിരിക്കുന്നത്, നീ പാരായണം ചെയ്യുന്നത് എന്ന ബോധം നിനക്കുണ്ടാകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനാണ് നീ ഓതുന്നത്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അല്ലാഹു ആ ബോധം നൽകുമാറാകട്ടെ, അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. അതുകൊണ്ട് സമയം 11 മണി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ 5 കാര്യത്തിൽ ഒരു കാര്യം പഠിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ബാക്കിക്ക് ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.